അപ്പോൾ ഇത് ഫിലോമിനയല്ല പറയണത് കാരണം ഇത് മാറ്റിയിട്ട് മാമക്കോയനെ കൊണ്ടാണ് അവിടെ വെച്ചത്. അപ്പോൾ ഒരു ബോഡി ലാംഗ്വേജും ആ രീതിയിൽ ഏത് രീതിയാണെന്ന് വെച്ചാൽ വരണത് ആ രീതിക്ക് വരണ രീതിയാണ് വരണത്. അപ്പോൾ നിങ്ങൾക്ക് സാധാ രീതിയിൽ സാധാ രീതിയിൽ സംസാരിക്കാണ്ട് ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ മനസ്സിലാക്കാം, നിങ്ങൾ അവിടെ ഇവിടെയും നിങ്ങൾ കുണ്ടൻ എന്തൊക്കെയാണ് കാണുന്നത് പറയാനായിട്ട് വിളിക്കാനായിട്ട്. നിങ്ങൾക്ക് അതിനുള്ള ഞാൻ ഇവിടെ സാധാ രീതിയിൽ പറഞ്ഞ പോലെയല്ല പറയണേ. ഇത് കുറച്ച് എനിക്ക് റെക്കോർഡ് ചെയ്യണ രീതിയിൽ സ്പഷ്ടമായിട്ട് പറയാനായിട്ട് വാക്കുകൾ ഒരു വളച്ചൊടിച്ച് അവർ അതിൽ ചേർക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ സാധാ രീതിയിൽ സംസാരിക്കുന്നത് വേറെ ടൈപ്പോ, അത് സാധാ രീതിയിൽ നാച്ചുറലായിട്ട് ബോഡി ലാംഗ്വേജ് കാണുന്ന പോലെ തന്നെയാണ്. ആരും പറയിപ്പിക്കണല്ലേ, പറയിപ്പിച്ച് പറയുന്നത് ശുദ്ധ മണ്ടത്തരല്ലേ, വെട്ടിത്തരല്ലേ. അപ്പോൾ പറയിപ്പിച്ച് പറയണ പോലെയല്ല. ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ എൻ്റെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും. സാധാ രീതിയിൽ സംസാരിക്കണ പോലെ ആയിരിക്കില്ല. അപ്പോൾ ഇത് സ്പഷ്ടമായിട്ട് ഇതിലേക്ക് ഉൾച്ചേരാൻ വേണ്ടിയാണ് വാക്കുകൾ കറക്റ്റായിട്ട് ഉപയോഗിച്ച് ഇതിൽ ചേർക്കണത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. ഇവിടെ ഫീസൊന്നും വാങ്ങണില്ലല്ലോ. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, ശോഷിച്ച വാക്കുകൾ പറയരുത്. സ്പിരിച്വൽ ബ്രൈഡ്, വിവാഹത്തിൻ്റെ ഉൾപ്പടി ഇല്ലാണ്ട് സ്പിരിച്വൽ ബ്രൈഡ്, ശോഷിച്ച വാക്കുകൾ പറയാണ്ട്, ശോഷിച്ചത് കഴിക്കാണ്ട്, പങ്കുവയ്ക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട്, അവരുടെ വിഡിത്തം തിരിച്ച് പ്രതീക്ഷിക്കാണ്ട, തമ്മിൽ കൊല്ലിക്കാണ്ട് എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെന്തിനാ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും അതിൽ കൊണ്ടുവരേണ്ട ആവശ്യം? അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ കാര്യമെന്ന്. അപ്പം നിങ്ങൾ സാധാ രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക. ഇപ്പം നിങ്ങൾ ഒളിഞ്ഞ് നോക്കേണ്ട സാധനം അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് സാധാ രീതിയിൽ സംസാരിക്കണതിന് ഒരു കുഴപ്പമില്ല. സാധനം സംസാരിക്കണതിന് കുഴപ്പമില്ല. അവിടെ വേറെ ഒന്നും നടക്കണില്ലെങ്കിൽ നടന്നാലും അതിൽ അങ്ങനത്തെ കാര്യങ്ങൾ പോയി കുറച്ച് എന്തെങ്കിലും നടന്നാലും പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ഇതില്ലെങ്കിൽ എന്താ അർത്ഥം എന്താ? നിങ്ങളുടെ ഇതെന്താ തീട്ടത്തിൽ ഞാൻ പറഞ്ഞു വരേണ്ടത് നിങ്ങൾക്ക് അറിയാം എന്തൊരു പറഞ്ഞു തരണേന്ന്. തീട്ടത്തിൽ ഉരുണ്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റിൽ ഉരുണ്ട് കളിക്കുക, വീണോടത്ത് ഉരുണ്ട് കളിക്കുക. അതാണ് തീട്ടത്തിൽ ഉരുണ്ട് കളിക്കണവർ. തീട്ട BJP, തീട്ട ഹിന്ദു കൊണ്ട് നടക്കണവർ. ഞാൻ ഹിന്ദു അല്ല, എന്തായാലും മുസ്ലിമോ അല്ല, റോമൻ കാത്തലിക്കോ അല്ല. അപ്പോൾ അങ്ങനെയുള്ള റിലീജിയൻ ഇല്ല, ക്രിസ്ത്യാനിറ്റി അവരുടെ റിലീജിയൻ ഇല്ല. തീട്ടത്തിൽ ഉരുണ്ട് കളിച്ച് നടക്കണവർക്ക് തമ്മിൽ കൊലിക്കണ രീതി, അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് എനിക്കില്ല. മനസ്സിലാവണ്ട? അതപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടായിരിക്കും നിങ്ങൾ എൻ്റെ മുഖത്ത് അടുത്ത് വരാത്തത്. ശരി, അത് കറക്റ്റായിരിക്കും. നിങ്ങൾക്ക് സോണി സണ്ണി പലരും തന്തിയും എരുന്നൂട്ടി ചത്തവരും വിപരീതം ചെയ്യണവരും ജീവിക്കാനല്ല, നിരങ്ങി നീങ്ങാൻ ഒരു അർഹതയില്ല അവർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭൂമിക്ക് പകരമായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഫൈനൽ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ്. ഞങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം. തമ്മിൽ തെറ്റിൽ ഉരുണ്ട് കളിക്കണവർ തമ്മിൽ കൊല്ലിക്കണ പോലെയല്ല. അവിടെ വേറെ കാണിച്ചു ആ വേസ്റ്റ് ചത്തു എന്ന് ചിരിച്ചത്, അത് കാണാണ്ട് ചാവണ മുമ്പ് എന്താ പറ്റി എൻ്റെ കൂട്ടുകാരൻ രക്ഷിക്കണം കരഞ്ഞ് കാണിക്കുക. കൃത്രിമം, നാച്ചുറലായിട്ട് വരുന്നത് കൃത്രിമം കാണിച്ച് കൊല്ലിച്ച് നടക്കണത് പല വിഡ്ഢികളും അത് കണ്ടിട്ട് വിഡ്ഢികളാവണവരുണ്ട്. അപ്പോൾ അതല്ല വേണ്ടത്. അന്ന് തൊട്ട് ഞാൻ ഒരു സാക്രിഫൈസ് ചെയ്തത് അതിൻ്റെ ഇതിപ്പോൾ അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്ത് ഇത് ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്തായാലും അങ്ങനെ പറയണേ. അതിൻ്റെ സമയമോ മണിക്കൂറോ അതിൻ്റെ കാലോ ഘട്ടമോ ഒന്നും ആർക്കും പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ് അത് അങ്ങനെ കൊണ്ടുവന്നേ. അതിനു വേണ്ടി അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് സൃഷ്ടിച്ചാണ്. മനസ്സിലാവണ്ട? അവിടെ മുസ്ലിമും ഹിന്ദു റോമൻ കാത്തലിക്ക് ഇവിടെ വരണല്ലേ, അതിനു വേണ്ടി അത് അങ്ങനെ സൃഷ്ടിച്ചതാണ്. അതിനു വേണ്ടി പെർഫെക്റ്റ് ആയിട്ട് വന്നതാണ്. അവർ പെർഫെക്റ്റ് ആയതിനെ വരെ അവർ പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പറയാം, സമയമോ മണിക്കൂറോ എന്താ നടക്കണ എൻ്റെ സമയമോ മണിക്കൂറോ എവിടെ എന്ത് വെച്ച് ഏത് സമയം ഏത് തീയതി അതിൻ്റെ കണക്ഷൻ കാൽക്കുലേഷൻ അതിൻ്റെ മാത്തമാറ്റിക് അതൊക്കെ പെട്ടെന്ന് ആർക്കും തിരിച്ചറിയില്ല. പറഞ്ഞു തന്നാൽ വരെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയാണ് പോണത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണം? തമ്മിൽ കുരുക്ക് ഇട്ടിട്ട് അരുന്ന് കൂട്ടി വാങ്ങി കൊടുക്കണ തമ്മിൽ കൊല്ലിക്കണ പോലെ അല്ല അത്. ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ ചിലപ്പോൾ എല്ലാവരും കൂടി മൈനോറിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, മജോറിറ്റി പിഴവ് കാണിക്കണവർ C0 പോലെ സ്വയം വെടിച്ച് ചാവും. മൈനോറിറ്റി രക്ഷപ്പെടും. പെന്തക്കോസ്റ്റ്, യഹൂദി, ക്രിസ്ത്യൻസ്, അഡോൾഫ് ഹിറ്റ്ലർ പോലത്തെ വിഡ്ഢികൾ കുറേ തമ്മിൽ കൊല്ലിച്ച് സ്വയം വെടിച്ച് ചാവണവർ, ആ രീതിയിൽ വിപരീതം ചെയ്യണവർ അങ്ങനെയോ. പക്ഷെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ലാസ്റ്റിൽ എല്ലാവരും കൂടി നല്ലതിന് വേണ്ടി നടന്ന ഒരു ഉയർപ്പ് വരാണങ്ങനെ
അതിൽ കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് നടക്കേണ്ടത് അതിന് ബൈബിൾ പറയണേ, നിങ്ങൾ പല സ്ഥലത്തും മറ്റേത് നടന്ന അത് കണ്ടു ഇത് കണ്ടു, കുറേ ടൈപ്പുള്ള മുഖങ്ങൾ ഇറങ്ങും, കുറേ ടൈപ്പുള്ള മുസ്ലിം ആവാം ഹിന്ദു ആവാം, പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കുറേ ടൈപ്പ് മുഖങ്ങൾ ഇറങ്ങും മെറ്റീരിയലിസ്റ്റിക് കാശിന് വേണ്ടി. ഇത് തിരിച്ച് പ്രതീക്ഷിക്കാണ് സ്നേഹിക്കുന്ന അതിന് വേണ്ടിയാന്ന് പറയുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ പ്രതീക്ഷിക്കണല്ലേ. അപ്പോൾ അത് ലാസ്റ്റ് വരെ നിലനിൽക്കും. അപ്പോൾ അതെ, അപ്പോൾ കുറേ അന്നൊന്നും സാധാ രീതിയിലുണ്ടാവാത്ത പല രീതിയിലും കണക്ഷൻ അനുസരിച്ചും സമയ മണിക്കൂറോ നിങ്ങൾ അറിയാൻ പോകണേന്ന് അവിടെ ഇവിടെയും പല രീതിയിൽ പുതിയ പുതിയ സംഭവങ്ങൾ കേൾക്കുന്നു. കേൾക്കല്ല, വേറെ ടൈപ്പുള്ള ഇന്ത്യയിൽ സുനാമി എന്ന് ആദ്യമായിട്ട് പറയണം. ഇന്ത്യയിൽ നല്ല സുനാമി, ജപ്പാൻ്റെ ഏരിയയിലാണ് എപ്പോഴും സുനാമി വരാറ്. പ്രത്യേകിച്ച് തായ്ലാൻഡിൽ വരെ സുനാമി വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വേറെ സ്ഥലത്താണ് വരാറ്. അപ്പോൾ അതും 9 മാഗ്നിറ്റ്യൂഡ്, 9.1 മാഗ്നിറ്റ്യൂഡ് വന്നത് സുനാമി അന്ന് 2004 വന്നത്. 9.1 എന്ന് പറഞ്ഞാൽ മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. 9.1 വന്നിട്ടില്ല. ചിലയിടത്ത് 15.1 മാഗ്നിറ്റ്യൂഡിൽ വരും. അങ്ങനെ ഒരു എർത്ത് വന്നിട്ടുണ്ടോ? ചിലപ്പോൾ 32.1 മാഗ്നിറ്റ്യൂഡിൽ എർത്ത് വരും. അപ്പോൾ എന്ത് ചെയ്യും? ഇത് 9.1 വന്നിട്ടുള്ളൂ. 15.1 32.1 മാഗ്നിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യും എർത്ത്? അപ്പോൾ അതിൽ അളക്കണ അനുസരിച്ചാണ് വരണത്. അപ്പോൾ ഏത് സെഞ്ച്വറി കഴിഞ്ഞിട്ടാണ് 20th സെഞ്ച്വറി 1900 21st സെഞ്ച്വറിയാണ് 2000 തുടങ്ങുന്നത്. അപ്പോൾ 21st സെഞ്ച്വറി ആ രീതിയിലാണ് ഏപ്രിൽ 21 എൻ്റെ ബാപ്റ്റിസം ചെയ്യുന്നതും 2020 തൊട്ട് എന്ത് തുടങ്ങിയതും അത് പുതിയത് വരണതും. എന്നാലും ആ 2888 എന്ന സമയത്ത് പുതിയത് തുടങ്ങുന്നതും അങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പറയാം, ഇങ്ങനെ നിങ്ങൾ തമ്മിൽ കൊല്ലിച്ച് നിങ്ങൾ റേപ്പിസ്റ്റുകളെ ആരാധിക്കണോ? ഈ റേപ്പിസ്റ്റായി കള്ളും കുടിച്ച് ഡ്രഗ് അടിച്ചിരിക്കണ ശിവനും അത് പറയുമ്പോൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ശരി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ചൊറിച്ചിലല്ലേ? അങ്ങനെ ചൊറിച്ചിലുണ്ടാവേണ്ട കാര്യമില്ല. ശരി കേൾക്കുമ്പോൾ മനസ്സിലാക്കാം അത് ശരിക്കുള്ളത് പറയണേ. ശരിക്കുള്ളത് പറയുമ്പോൾ അതിലേക്ക് മാറാൻ പഠിക്കുക. അല്ലെങ്കിൽ കള്ള് കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നോ, തമ്മിൽ കൊല്ലിച്ച് നടന്നോ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിങ്ങൾ നരകി നീങ്ങണ പോലെയാണോ? അല്ല. തമ്മിൽ കൊല്ലിക്കണ പോലെയാണോ? അല്ല. അപ്പോൾ ശരി കേൾക്കുമ്പോൾ മനസ്സിലാക്കണം ശരിയാന്ന്. ശരിയുടെ ഭാഗത്ത് നിൽക്കണവരല്ലേ ജയിക്കുക. അതുകൂടി മനസ്സിലാക്കണ ബോധമല്ലേ? ഹിന്ദി കുട്ടികൾ പറയൂ, ഹിന്ദി കുട്ടികൾ അവർ നിങ്ങളുടെ കൂടെ അല്ലേ? അവർ തന്നെയല്ലേ ശിഖണ്ഡികൾ ആരാധിക്കണവർ? വൃത്തിഹീനമായ മൂത്രം ഒഴിച്ച് കുട്ടിയും തുപ്പിയിട്ട് ഒരു വീട്ടിൽ 6-7 പേര് നിന്നിട്ട് അതന്നെ മലയാളി MDMA ചെയ്യണത്, അതന്നെ കന്നഡ കാണ്ടുകൾ ചെയ്യണത്. അങ്ങനെ ഞാൻ ചെയ്യാൻ പോയിട്ടില്ല. അപ്പം എനിക്കറിയാം, എനിക്ക് പറയേണ്ടടുത്ത് പറയാമെന്ന്. അപ്പം ഹിന്ദി കുട്ടികൾ തീട്ട BJPയും ഹിന്ദി കുട്ടികളും ഈ ശിഖണ്ഡികളെ തന്നെ ആരാധിക്കണേ. കുറേ അബോർഷൻ ചെയ്യുന്നത് എന്തായാലും സാധാ രീതിയിൽ പോകേണ്ട 10 അബോർഷൻ ചെയ്ത് പിലിച്ച് കഴിക്കണ പാർവതികളുണ്ടങ്ങ്. ഈ എല്ലാത്തിനും ആരാധിച്ച് ഈ ചെകുത്താൻ ശിവനെയും ചെകുത്താൻ വെഡ്ഡികളെയും തീട്ട BJPനെയും സപ്പോർട്ട് ചെയ്യണ മുസ്ലിംസ് ഉണ്ട്. തീട്ട BJP ചെയ്യണ ഷൂറുക്കാനും സ്വന്തം തന്തേനും തള്ളേനെ കൊല്ലിച്ച് പറയിപ്പിച്ച് പറയണവരും സ്വന്തം ബർത്ത് റേറ്റും സ്വന്തം പേരും ഇല്ലാത്ത കുറേ മാവക്കോയകളുണ്ട്. അവരുടെ ചുരുളം മുടിയാണ്. വ്യത്യാസം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞാൽ അവർക്ക് 5 അടി 6 ഇഞ്ച് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഉണ്ടാവുക? അവർ വീട്ടിലെ അനിയന്മാരാണ്. അവരുടെ ശുണ്ടി മോന്ത കണ്ടറിയാം. ശുണ്ടി മോന്തയാണത്. ദേഷ്യം വരണ കാരണം, ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണ കാരണം, കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണ കാരണം, പരീക്ഷയിൽ പൊട്ടണ കാരണം, വിഡിത്തം വിശ്വസിക്കണ കാരണം, വിവരമില്ലാത്ത കാരണം, ഓരോ വിഡിത്തം MDMA കഴിച്ച് ഡ്രഗ് അടിച്ച് കിറങ്ങി ഫ്രൈഡ് റൈസിൽ വരെ ഷർദി മിക്സ് ചെയ്താലും അവർ കഴിച്ച് നടക്കണ വേസ്റ്റ് തിന്നണവരാണ്. അതുകൊണ്ടാണ് സ്വന്തമായിട്ടൊന്നും പറയാറിയാണ്ട് ആരെയും പറയിപ്പിച്ച് കൊടുത്താൽ ഈ ഡ്രഗ് അഡിക്ട്സ് അതിന് ഒരിക്കൽ കൈയടിക്കുന്നത്. പറയിപ്പിച്ച് പറഞ്ഞാൽ വല്ല അർത്ഥം ഉണ്ടാവും? ശുദ്ധ മണ്ടത്തരല്ലേ, വിഡ്ഢിത്തരല്ലേ? അങ്ങനെ കുറേ പേരുണ്ട്. കുറേ ഹിന്ദുസ് കുറേ ടൈപ്പിൽ കിഴങ്ങി മറങ്ങി കുഴച്ച് ഇരിക്കണവരുണ്ട്. നേരെ വന്നത് നേരെ തന്നെ പോകും. അത് ഹാരിസ്. അപ്പോൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് പേര് വിളിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സംസാരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ള കാര്യം സംസാരിക്കാൻ അറിയില്ല. അതിനു മുമ്പ് ആരും ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടില്ല. ശരി, അതൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് നടക്കണവരും ജീവനില്ലാത്ത കല്ലിനെ ആരാധിക്കണവർക്കാണ് ഭയങ്കര തെറ്റല്ലാത്തത് ശരിയെന്ന് പറഞ്ഞ് നടക്കണവർ. അതൊക്കെ പണ്ട് തൊട്ട് പറഞ്ഞു. ആൽഫ ഒമേഗ വരുന്നത് നിങ്ങൾ മാറി തെളിച്ചാൽ ഏഷണി വന്നു, പരിഭവം വന്നു, കുറ്റബോധം വന്നു. കുറ്റബോധത്തിൻ്റെ കൂടെ വൈരാഗ്യം, കൊല എല്ലാം വന്നുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാവുന്നത്. അതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഒള്ളി സാക്രിഫൈസ്, പ്രൈസ്ലെസ് സാക്രിഫൈസ്, ബ്ലെമിഷ്ലെസ് സാക്രിഫൈസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. തമാശയ്ക്ക് ആരും ചെയ്യില്ല. അപ്പോൾ തമാശയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് അത് ലാസ്റ്റ് ഒരു പൂർണ്ണ ആയുസ് നിൽക്കണം. 300-400 വർഷം ജീവിക്കണ ഒരു രീതി. അതിനാണ് നിത്യജീവൻ പറഞ്ഞത്.
90-95 വയസ്സ് വരെ കുറയണ ജീവിതം നിരങ്ങി നീങ്ങൽ ഒരു 300-200 വർഷം വരെ കൂട്ടി നിൽക്കാൻ പറ്റുന്നതാണ് ആയുസ് എന്ന് പറയുന്നത്. അതിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. 300 വർഷം വരെ ജീവിച്ച പുളിക്കോ? ഒന്ന് നോക്കി, 95 വയസ്സ് വരെ ജീവിക്കണവർ, 65 വയസ്സ് വരെ ജീവിക്കണവർ, 70 വയസ്സ് വരെ ജീവിക്കണവർ, ഒരു 200 വർഷം കൂട്ടി കിട്ടിയാൽ എന്തായിരിക്കും? അതല്ല അതിന് വേണ്ടത്. അതിനു വേണ്ടി ചെയ്യേണ്ടത് അല്ലേ? അത് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയണേ. വല്ല ഹിന്ദുസും ശിഖണ്ഡികളും ഹിന്ദി കുട്ടികൾക്ക് ഇത് അറിയോ? തമിഴ് കാണ്ടുകൾക്ക് അറിയോ? അപ്പോൾ മനസ്സിലാവും. നിങ്ങൾ ആണ് കളിക്കുക, നിങ്ങൾ കുണ്ടന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങൾക്ക് ഇറങ്ങി നിങ്ങളുടെ MDMAയും പ്രൊഫഷണൽസ് എല്ലാം MDMA കഴിച്ച് നടക്കുന്നുണ്ട്. അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഭാഗത്താണ് റിസ്ക്. നിങ്ങൾ വിപരീതം ചെയ്തു. നിങ്ങൾ ശിഖണ്ഡികളെ ആരാധിച്ചു, നിങ്ങൾ വൃത്തിഹീനമായി ആരാധിച്ച് റേപ്പിസ്റ്റിനെയും നാവിന്ന് വളി വിടണവരെയും മര്യാദയ്ക്ക് കക്കുസയിൽ രാവിലെ തൂറാൻ പോകാണ്ട് കുറേ ശരിക്കുള്ള കാര്യം ഞാൻ ഫ്രീ ആയിട്ട് പറയണ്ടല്ലോ. ഇവിടെ ആരെങ്കിലും കാശ് ചോദിച്ചോ ഞാൻ പറയാനായിട്ട്? യൂട്യൂബിൽ വരെ എനിക്കൊരു അക്കൗണ്ട് ആവശ്യമില്ലല്ലോ. കാശിന് വേണ്ടിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. കേൾക്കേണ്ടവർ കേൾക്കും, മാറേണ്ടവർ മാറും. അല്ലെ മാറിയില്ലെങ്കിൽ കുഴഞ്ഞ് മറിഞ്ഞ് പലയിടത്തും ഉണ്ടായില്ല. അത് ലാസ്റ്റ് വരെ പറയാം. മനസ്സിലാക്കാൻ പഠിക്കുക. വല്ല മുസ്ലിമും ഹിന്ദു റോമൻ കാത്തലിക് ഇത് പറയൂ? അവർ പണ്ട് തൊട്ട് വിപരീതം ചെയ്യണവരാണ്. അവർക്ക് അതാണ് അവരുടെ റിസ്ക്. അവരുടെ തന്നെ റിസ്ക്. അവർ വിപരീതം ചെയ്യണ റിസ്ക്, ബൈബിളൊന്നും മൊത്തം വായിച്ച് നോക്കാണ്ടുള്ള റിസ്ക് അവരുടെ റിസ്ക്. അവരുടെ തന്തേനെ തള്ളയെ കൊല്ലിക്കുന്നതും അവർ സ്വയം കൊല്ലിക്കുന്നതും അവരുടെ കൂടെയുള്ളവരെ കൊല്ലിക്കുന്നതും കൃത്രിമം കാണിക്കുന്നതും അവരുടെ റിസ്ക്. അതിന് എനിക്ക് റിസ്ക് ആയിട്ട് വരില്ല. അത് ഞാൻ അങ്ങനെ അതിൻ്റെ ബോഡി ലാംഗ്വേജിൽ ഞഞ്ഞ പറയാൻ പോണ ബോഡി ലാംഗ്വേജ് എനിക്കില്ല. നിങ്ങൾ അതുകൊണ്ട് ചോദിക്കണം, നിങ്ങൾ ഏത് വെഡിനെ സ്വപ്നം കാണുകയാണ്? ചെറുപ്പം മുതലേ കണ്ടുണ്ട്. പിന്നെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം എന്തത്? ഒരു ചെയ്യണ രീതി എങ്ങനെയാ മനസ്സിലാക്കാം. പറക്കടന്ന് അതില്ലെങ്കിൽ അത് വേണ്ട. ഉള്ള കാര്യം എങ്ങനെ ചെയ്യണേ, അതിൻ്റെ അനുസരിച്ച് എങ്ങനെ പോകണമെന്ന് മനസ്സിലാക്കാൻ പഠിക്കുക. 8x3 എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പോകണമെന്ന് മനസ്സിലാക്കാൻ പഠിക്കുക. എനിക്ക് ഇപ്പോൾ ഈ വയസ്സ് 38 വയസ്സ് തികയാണ് ഓഗസ്റ്റ്. അത് 2026 8/8. അടുത്ത വർഷം അത് ഒരു കണക്കാണ്. 3 × 9 27 2027 39 വയസ്സ്. അപ്പോൾ ഏത് വയസ്സിൽ എന്താ നടന്നത്, 36 വയസ്സിൽ എന്താ നടന്നതെന്ന് ലാസ്റ്റ് വരെ പറയുമ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ റിസ്ക് എൻ്റെ റിസ്ക് ആക്കി കാണിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായ? നിങ്ങളാണ് സെക്കൻഡ് കമ്മിങ്ങിന് വെയിറ്റ് ചെയ്തത്. ഞാൻ സെക്കൻഡ് കമ്മിങ്ങിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ അത് വന്ന എന്താ പറയുക, നാച്ചുറലായിട്ട് വന്നതിന് അത് വെയിറ്റ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും സെക്കൻഡ് കമ്മിങ്ങിന് വെയിറ്റ് ചെയ്തിട്ടില്ലേ. നാച്ചുറലായിട്ട് വന്നത് കൃത്രിമം കാണിക്കേണ്ട ആവശ്യമായിരുന്നു. നിങ്ങൾ കൃത്രിമമാണ് വിശ്വസിച്ചത്. ചെകുത്താൻ ബാധിതർ, അബോർഷൻ ചെയ്യണത് ചെകുത്താൻ ബാധിതർ സ്ത്രീകൾ പലരുണ്ടോ, പാർവതികളും ചെകുത്താൻ ബാധിതർ. അവർ നിങ്ങളെ റേപ്പ് ചെയ്താൽ അവരെ എതിരെ തെറ്റും കുറ്റം പറഞ്ഞ് അവർ ജയിലിടും. പിന്നെ എങ്ങനെ അവർ ദൈവങ്ങളാവണേ? അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ ഈ കുടിച്ചിട്ട് അകടിച്ചിട്ട് നടക്കണവരും കർമ്മ കുറുമിയും എന്നല്ല, തമ്മിലായിരുന്നു കൂട്ടി വാങ്ങിക്കൊടുക്കണവരെല്ലാവരും പെടും. അപ്പോൾ മനസ്സിലാക്കണം. അമർ ചിത്രകഥ തന്നെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന അമർ ചിത്രകഥയും BJPയും കോമിക് ബുക്കും എല്ലാ കഥാപാത്രങ്ങളെ ആരാധിക്കാൻ നടന്നു കഴിഞ്ഞാൽ മന്ത്രിമാർ പലരും ഒരുമിച്ചു. കുറേ EMSഉം അച്യുതാനന്ദനും VSഉം EK നായനാറും ഈ കരുണാകരനും പലരും വിരമിച്ചു. ഇനി കുറേ പിണറായി വിജയനും പല മന്ത്രിമാരും രാജാക്കന്മാരും, കൊറിയയിലത്തെ രാജാക്കന്മാരും നേപ്പാളി രാജാക്കന്മാരും കുറേ ക്വീൻ എലിസബത്ത് II എല്ലാവരും മരിച്ചു 95 വയസ്സിൽ. എല്ലാത്തിനും ഇപ്പോൾ ആരച്ചുകൊണ്ടിരിക്കണ്ട അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ അങ്ങനെ ഇതില്ല. കാണുന്നതുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഫുൾ പെന്തക്കോസ്തുകാരാണ് കൂടുതലും. പെന്തക്കോസ്റ്റ് ആംഗ്ലിക്കൻ സഭയാണെന്ന് വെച്ചാൽ അങ്ങനെ വിഗ്രഹം ആരാധിക്കണ രീതി അവിടെ ഇല്ല അധികം. പക്ഷെ റോമൻ കാത്തലിക്സ് അവിടെ കുറേ ഒരു കുന്നുകൂടി വെടിത്തം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ വിചാരിക്കും അതാണ് ശരി എന്ന് വിചാരിക്കും ചിലവർ. അവിടെ അങ്ങനെ വിഗ്രഹങ്ങൾ ആരാധിക്കണ രീതിയില്ല ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും പെന്തക്കോസ്തുകാരാണ്. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞെന്നുള്ളൂ. എനിക്കങ്ങനെ പോയി വരണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവിടെ പ്രത്യേകിച്ച് തണുപ്പ് സ്ഥലത്ത് വെള്ളം അധികം ഉപയോഗിക്കാൻ, മറ്റെന്താ പറയാന്, ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കണ രീതിയും ഭക്ഷണമൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ അവിടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്ന രീതി, ഞാനിപ്പോൾ ഒരു വീട് അവിടെ വെച്ച് താമസിക്കുന്ന ഇന്ത്യൻ സെറ്റപ്പിലെ പണികൾ വെച്ചാൽ വെള്ളം എന്ന് വെച്ചാൽ അവിടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്ന രീതി, പുറത്ത് പോകുന്നതും തൂറാൻ പറ്റാത്ത രീതിയും, പ്ലെയിനിൽ പോകണം ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്ന രീതിയൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് വെള്ളം തന്നെ വേണം. അപ്പോൾ അങ്ങനത്തെ കഴുകാനില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ എന്താ പറയുക, അവിടുത്തെ ഭക്ഷണമൊക്കെ സൂപ്പറായിരിക്കും, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ എന്താ പറയാന്,
കുറേ കാര്യങ്ങളുണ്ട്. മര്യാദ തണുപ്പ് കാലമാണ്. തണുപ്പ് കാലത്ത് സൂര്യൻ്റെ വെളിച്ചം കൊള്ളാണ്ട് എനിക്ക് അധികം എന്താ പറയാനേ, എൻ്റെ സ്കിൻ എല്ലാം ബോഡി ഹെൽത്തി ആക്കണമെങ്കിൽ സൂര്യൻ്റെ നന്നായിട്ട് വേണമെങ്കിൽ ചൂട് നന്നായിട്ട് വേണം. ചൂടും വേണം, തണുപ്പും രണ്ടും ഒരുമിച്ച് വേണം. അല്ലാണ്ട് തണുപ്പ് വെച്ചാൽ എൻ്റെ സ്കിൻ വേറെ പോലെ ആവണം. അത് വെള്ളം മര്യാദയ്ക്ക് ഉപയോഗിക്കണം. എല്ലാം ഇപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ എനിക്ക് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയിലും പോകാൻ അത്ര താല്പര്യമില്ല. പോയിട്ടുണ്ടെങ്കിൽ അവിടെ 20 വർഷം ഫ്രീ ആയിട്ട് അവിടെ ജീവിക്കാൻ പറ്റുകയാണ്. 20-25 വർഷം കുഴപ്പമില്ല. എനിക്ക് ജോലി ചെയ്യണമെന്നൊന്നുമില്ല. മെറ്റീരിയലിസ്റ്റിക് തിരിച്ച് പ്രതീക്ഷിക്കുകയാണ് സ്നേഹിക്കുന്നത്. വ്യത്യാസമുണ്ട്. അത് ലൈഫ്സാണ്. അത് പക്വതയുള്ളവരാണ് ജനിക്കണമെന്ന് പറഞ്ഞത്. മെറ്റീരിയലിസ്റ്റിക് ആൾക്കാർ ജനിക്കണ രീതിയില്ല. മനസ്സിലായി? പുനർജന്മം എന്ന് പറയുന്നത് വിഡിത്താണ്. അത് പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ആൽഫ തൊട്ട് ഒമേഗ തൊട്ടുള്ള അതിൻ്റെ ഇടയ്ക്ക് 2000 ഇയേഴ്സ് മുമ്പും ലൂപ്പ് ഹോളും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് വരണതിൽ അർത്ഥമുള്ളത്. അത് നാച്ചുറലായിട്ട് വരണതിന് കൃത്രിമം കാണിക്കേണ്ട കാര്യമില്ല. നാച്ചുറലായി വന്നിട്ട് നിങ്ങൾ സെക്കൻഡ് കമ്മിങ്ങിൽ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഇതിന് ബെനിഫിറ്റും ലയബിലിറ്റിയും മുതൽക്കൂട്ടും പരാജയവും എന്താണ് പിഴവൊക്കെ വരണത്, നേടിയെടുക്കുന്നതും അതിൽ നാച്ചുറലായിട്ട് വരുന്നത് അത് ആ രീതിയിൽ വന്നിട്ടുണ്ട്. അത് ജനിക്കണ മുമ്പ് മനസ്സിലാക്കണം ഇങ്ങനെ വരണതെന്ന്. പക്ഷെ അതിൽ കൃത്രിമം കൊണ്ടുവരേണ്ട കാര്യമില്ല. കൃത്രിമ മുഖങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. മേക്കപ്പ് കൊണ്ടുവരേണ്ട കാര്യമില്ല. മേക്കപ്പ് തന്നെ കൃത്രിമല്ല. മെറ്റീരിയലിസ്റ്റിക് നേച്ചർ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക്കിനെ വിപരീതം ചെയ്യണവർ കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് സാധാരണ രീതിയിൽ വന്നിട്ടുണ്ട്. അത് അതുപോലെ തന്നെ പോകും. ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ. അതിൽ നിങ്ങളുടെ പാരൻസ് ക്രിസ്ത്യൻ ആയതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യൻ ആയതെന്നുള്ള ഒരു അർത്ഥം വരണല്ലേ. റോമൻ കാത്തലിക്കോ ക്രിസ്ത്യൻ അല്ല. അതെങ്ങനെയാണ് ഒരു മനുഷ്യൻ വരണത്? റിലീജിയൻ ഇല്ല, മെറ്റീരിയലിസം ഇല്ല. മനുഷ്യനെ സ്നേഹിക്കണോ? മനുഷ്യനെ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കണോ? അല്ലാണ്ട് തമ്മിൽ കൊല്ലിക്കണ പോലെയല്ല. സ്പിരിച്വൽ ബ്രൈഡും വൃത്തികേടും ശോഷിച്ച വാക്കുകളും പറഞ്ഞ് ശോഷിച്ച് കഴിച്ചും തമ്മിൽ കൊല്ലിച്ച് വിവാഹത്തിന് ഉടമ്പടി ഇല്ലാണ്ട് സ്പിരിച്വൽ ബ്രൈഡിൻ്റെ കാര്യം പറയുമ്പോൾ അത് മനുഷ്യനെ സ്നേഹിക്കണ രീതി പറയണേ. ബൈബിളിൽ പറഞ്ഞു മനുഷ്യനെ മനസ്സിൽ കാണുന്നു. മനുഷ്യനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇരുമ്പിനെ മുറിച്ച് കൂട്ടണോ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അത് അങ്ങനെയായിരുന്നു അന്ന് തൊട്ട്. അല്ലാണ്ട് ഏഷ്ണിയും വൈരാഗ്യം പിന്നെ വന്ന പോലെയല്ല. കുറ്റബോധം, നാണവും, ഏഷ്ണിയും വൈരാഗ്യം, കൊലപാതകവും, കാശിൻ്റെ എക്സ്ചേഞ്ച്, മെറ്റീരിയലിസം പിന്നെ വന്ന പോലത്തെ കാര്യമല്ല പറയണത്. ശിഖണ്ഡികൾ ജനിപ്പിക്കുന്ന സ്ത്രീകളും പല ഹിജടകളും വൃത്തിഹീനമായി നടക്കുന്ന ഹിജടകളും അവരെ ആരാധിക്കാൻ പോണവരും അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ആവശ്യമില്ലാത്തത് നിങ്ങളാണ്. പാതിരികളുടെ ആവശ്യമില്ല. ഇനി ആവശ്യമില്ല പറഞ്ഞ് നിന്ന് ചേരുന്ന് പറഞ്ഞാൽ അത് ചേരുത് തന്നെയാണ്. അത് ജീവനകത്ത് വിഗ്രഹങ്ങൾ കല്ലിനെയും മണ്ണിനെ ആരാധിക്കേണ്ടത് പറഞ്ഞാൽ ജീവനുള്ളതിനെ ആരാധിക്കുക, ജീവനുള്ളത് സ്തുതിക്കുക. അതിനായിരിക്കുമ്പോൾ കല്ലിനെയും മണ്ണിനെ ആരാധിക്കാൻ പോയ പെയിൻറ്റ് മായം ചേർത്ത പെയിൻറ്റിനൊക്കെ ആരാധിക്കാൻ പോയാണ് എന്താ കാര്യം? അപ്പോൾ അതുതന്നെ പറയണേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പറയണേ, നിങ്ങൾ ഈ കൃത്രിമത്തിനെ ആരാധിക്കണോ, ശവത്തിനെ ആരാധിക്കണോ, അവിടെ തമ്മിൽ കൊല്ലിക്കണ പോലെയല്ല. അതുപോലത്തെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലത്തെ കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ കുറേ ഓരോ കാര്യങ്ങളും ഓരോരോ ജീവികൾക്കും ഓരോ പ്രത്യേകത അനുസരിച്ച് നടക്കണത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പ്രത്യേകതകളുള്ളത്. അല്ലാണ്ട് കുരങ്ങെന്നും 10 വർഷം ജീവിക്കണ കുരങ്ങെന്നും അന്നല്ല മനുഷ്യരുണ്ടായത്. അത് ഓരോ ജീവികളും ഓരോ പ്രത്യേകത അനുസരിച്ചാണ്. അവിടെ ഒരു ഫിഷിനെ മ്യൂട്ടേഷൻ ചെയ്യാൻ സമയമില്ലെങ്കിൽ എങ്ങനെ മ്യൂട്ടേഷൻ ചെയ്യും? എങ്ങനെ അനുവർത്തിക്കും? അപ്പോൾ വെഡിത്തം വിശ്വസിച്ച് കുടിച്ച് പ്രകടിച്ചിരുന്ന് തമ്മിൽ കൊല്ലിക്കണ പോലെയല്ല. അതല്ല ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പെർഫെക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എങ്ങനെ പോകണമെന്ന് കാണിക്കാണെന്നാണ്. തമ്മിൽ കൊല്ലിക്കുന്നതും എങ്ങനെ ആൾക്കാർ ഇതുള്ളതാവും. അതാണ് നിങ്ങൾ തീട്ടത്തിൽ ഉരുണ്ട് കളിക്കുന്ന, തെറ്റിൽ ഉരുണ്ട് കളിക്കണവരായിട്ടാണ് നിങ്ങൾക്കിത്. വെട്ടികളായിട്ടാണ് ഇത്. ആൾക്കാരായിട്ടല്ല നിങ്ങൾക്കിത്. ആളെന്ന് പറയുമ്പോൾ ആ രീതിയിൽ കാണണം അല്ലേ? ആളെന്ന് പറയുമ്പോൾ ആ രീതിയിൽ കാണേണ്ടത് അല്ലേ? അല്ലാണ്ട് തമ്മിൽ കൊല്ലിച്ച് വേസ്റ്റ് ചത്തു അവരുടെ മുന്നിൽ കൃത്രിമം കാണിച്ച് കരഞ്ഞു അപ്പോൾ അവരത് വിശ്വസിച്ച് തമ്മിൽ കൊല്ലിച്ച് ഇല്ലാണ്ടായി. അതല്ലത്. വല്ല പെണ്ണ് പിൽസ് അബോർഷൻ പ്രഗ്നൻ്റായി നടക്കണവർ, സാധാരണ രീതിയിൽ പോകാത്തവർ, ഈ ചെകുത്താന്മാരെ ആരാധിക്കണവർ ആരെങ്കിലും ഇത് പറയൂ? നിങ്ങൾക്കോ ബുദ്ധിയില്ല അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. പിന്നെന്താ കാര്യം? ഹിന്ദി കുട്ടികൾ, മലയാളം MDMA, ഇത് ശരിക്കുള്ള കാര്യങ്ങളാണ് പറയണേ. മലയാളം MDMA ഇത് ആരെങ്കിലും ഇത് പറയൂ? മലയാളം MDMA പറയൂ? ഹിന്ദി കുട്ടികൾ പറയൂ? ഇത് കന്നഡകാണ്ടുകൾ പറയൂ? എത്രയോ ബുദ്ധിമോശം രീതിയിലാണ് പോണത്.
അപ്പം നല്ല രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ നല്ലൊരു വഴങ്ങി എന്താ പറയാൻ തമ്മിൽ കൊല്ലിക്കാണ്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക. അതൊക്കെ ഒരു ചെറിയ തോന്നിയാൽ പിന്നെ തോന്നിയില്ലെങ്കിൽ കാര്യമില്ല. തോന്നുന്ന സമയത്ത് നമുക്ക് വർത്താനം പറഞ്ഞ സ്ഥലത്ത് പോകും, ആ രീതിയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ വൈരാഗ്യം ശുണ്ഠിയും വൈരാഗ്യവും പകയും ഏഷണിയും നാണവും കുറ്റബോധം വെച്ചിട്ടല്ല. ഇതിപ്പോൾ ഞാൻ പുറത്ത് എവിടെയും ഫോണിൽ ഇവിടെ ആണെങ്കിലും അതിനനുസരിച്ച് സംസാരിച്ച് വരണ രീതി വരേണ്ട രീതിയിൽ വരുമ്പോഴാണ് പറയണത്. അവർക്കങ്ങനെ ഒരു ഇല്ലെങ്കിൽ കാര്യമില്ല, അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവും. ഇപ്പം അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയാണ് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞാൽ 10 ലക്ഷം 20 ലക്ഷം സേവിങ് ഉണ്ട്, 6500 മന്ത്ലി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വരണം, രീതിയിൽ വരണം. തട്ടിമുട്ടിച്ച് പഠിപ്പിച്ച് കൊണ്ടുവന്നിട്ട് 16, 17, 18 വയസ്സിൽ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ നല്ല കാശുള്ള ജോലിക്ക് ഇപ്പോഴാണ് AI ജോബും ഡിജിറ്റൽ ജോബൊക്കെ. അപ്പോൾ അങ്ങനെ കൂട്ടുകാർ കമ്മ്യൂണിക്കേഷൻ അവർ കണ്ടുപിടിക്കുമ്പോൾ വേറെ അല്ലേ വരണത്. അപ്പോൾ അതിൽ പാർട്ട് ടൈം ജോബ് പാർട്ട് ടൈം സ്റ്റഡി ചെയ്യുന്നത് 2 വർഷം സ്വരൂപിക്കണ കാശുകൊണ്ട് 21 വയസ്സ് വരെ പാർട്ട് ടൈം സ്റ്റഡി ചെയ്യാം. അപ്പോൾ കുറേ കാശായിട്ടോ അതിനിടയിൽ. അപ്പോൾ വലിയ ജോലി അതിൽ 1.5 ലക്ഷം കണ്ടുപിടിക്കണം. 1.5 ലക്ഷം ഒരു മാസം കിട്ടിയിട്ട് മതിയാവുള്ള ചിലവർക്ക്. 500 രൂപയായിരുന്നു പണ്ടൊക്കെ ഒരു മാസം കിട്ടിയിരുന്നത്. 1987 വരെ, 1980, 1975 തൊട്ടൊക്കെ 500 രൂപ ഒരു മാസം. അതുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. 500 രൂപയാണ്, 1000 രൂപയാണ്, 1500 രൂപ ഒരു മാസം കിട്ടുകയാണെങ്കിലും. ചിലർക്ക് 2000, 2500 കിട്ടിയാലും കുഴപ്പമില്ല ഒരു മാസം. അപ്പോൾ ഇപ്പോൾ 1 ലക്ഷം കിട്ടിയാലും 23 വയസ്സിൽ വലിയ ജോലി കണ്ടുപിടിച്ച പാർട്ട് ടൈം സ്റ്റഡി ചെയ്തിട്ട് അങ്ങനെ അവർക്ക് റെൻ്റ് എടുത്ത് പോയിട്ട് താമസിച്ച് വിവാഹത്തിൻ്റെ ഉടപടിയില്ലാണ്ട് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടായിട്ട് ജോലികൾ പണി ഞാൻ കല്യാണം കഴിച്ച് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് താമസിക്കാം. അവിടെ കാശ് എനിക്ക് തന്നാലും ഇല്ലെങ്കിലും അവരുടെ ആവശ്യമില്ല. സാധാരണ രീതിയിൽ മിഥ്യത്വം പാലിച്ച് വയ്ക്കണതല്ല എനിക്ക് ഇഷ്ടം. അപ്പോൾ ആ രീതിയിൽ പോകണം. അതൊക്കെ അവർ സംസാരിച്ച് വരുമ്പോൾ ഒരു സമയം അനുസരിച്ച് വരണം. തിടുക്കം കൂട്ടി ഇപ്പോൾ അതിനുള്ള സബ്സ്ക്രിപ്ഷൻ ആയിട്ടില്ല, ഞാൻ അടച്ചിട്ടില്ല. അപ്പോൾ അതിൽ സംസാരിക്കാൻ അളവില്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കാര്യം നമ്മൾ ദൂരെയുള്ള നമുക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അത് വേണ്ട. പരിചയമുള്ളവരോട് നമ്മൾ അടുത്ത് നിൽക്കുന്നവരും ദൂരെയുള്ള നമുക്ക് കണ്ണ് മൂപ്പൊന്നും കാണില്ല, അവരോട് ആരും സംസാരിക്കാൻ പോകും. എവിടെയെങ്കിലും നമ്മൾ ഇവിടെയല്ല എവിടെയെങ്കിലും നമുക്ക് ജോലി ചെയ്യണം, വേറെ അങ്ങനെയൊന്നും പോകില്ല. നമുക്ക് സമയം പങ്കിട്ട് അങ്ങനെ ചെയ്യണവരും യോജിച്ച് പോകണതിലും കുറേ പേര് അങ്ങനെ ഉണ്ട്. യോജിച്ച് പോകുന്നതിലാണ് കാര്യം. അപ്പോൾ അത് ഇപ്പോൾ തോന്നിയില്ലെങ്കിൽ പിന്നെ എപ്പോഴും തോന്നിയിരിക്കും. ഇപ്പോൾ തോന്നണ പോലെയല്ല പിന്നെ എപ്പോഴെങ്കിലും. ഇപ്പോൾ തോന്നണ പോലെയല്ല. ഇപ്പോൾ റെയിനി സീസണാണ്, മഴക്കാലമാണ്. അതിനിപ്പോൾ ആണ് ആശാടകം. 2 മാസം കഴിഞ്ഞപ്പോൾ ഇതായിരിക്കരുത്. ഇപ്പോൾ ഓഗസ്റ്റ് 38 വയസ്സ് കഴിഞ്ഞാലും അതിന് പുതിയ 38 എന്ന് പറഞ്ഞ നമ്പർ വ്യത്യാസമുണ്ട്. അതിൽ കുറേ കാര്യം നടന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 39ഉം 40ഒക്കെ വരണതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിൽ നടക്കാൻ പോണേ, അതിനനുസരിച്ചായിരിക്കും അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ്, അടുത്ത പ്ലാൻ എങ്ങനെയാണ്, അടുത്തത് എങ്ങനെയാണ് പോകണം, അത് അപ്പോൾ അതിനനുസരിച്ച് നിശ്ചയിച്ചിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ വേറൊരു കളർ വേറൊരു അന്തരീക്ഷമാണെന്ന് വെച്ചാൽ വേറെ രീതിയിലിപ്പോൾ ചിന്തിക്കുക. അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ യോജിച്ച് ചെയ്യണതിലെ കാര്യം ഇപ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, മനുഷ്യനെ മനസ്സിൽ കാണുന്നു, മനുഷ്യനെ നോക്കി കാണുന്നു. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇരുമ്പിനെ മുറിച്ച് കൂട്ടണ പോലെ മനുഷ്യനെ മുറിച്ച് കൂട്ടണം. അപ്പോൾ അങ്ങനെ തന്നെയാണ് എപ്പോഴും വരണത്. അത് അതിനനുസരിച്ച് തമ്മിൽ കൊല്ലിക്കണ രീതി അവിടെ വരണല്ലേ. എനിക്കത് എൻ്റെ ബോഡി ലാംഗ്വേജ് ഇല്ലെങ്കിൽ പെർഫെക്ഷനിൽ എന്തെങ്കിലും വേറെ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അങ്ങനെ മുതിരില്ല. തമ്മിൽ കൊല്ലിച്ച് നടക്കുന്ന പോലെ ഇല്ല. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, അതിനെക്കുറിച്ചാണ് പറയണത്. ഇപ്പോൾ ഒരു അനീതി പ്രാവശ്യമാണ് ലവ് ആൻഡ് ലവ് ഓൺലി എന്ന് പറയണത്. അതിൽ തമ്മിൽ കൊല്ലിക്കണത് വന്നു കഴിഞ്ഞാൽ അത് ധൈര്യമില്ലാത്തതാണ്. തമ്മിൽ കൊല്ലിക്കണത് ധൈര്യമില്ലാത്തവരാണ്. തമ്മിൽ അരന്നൂട്ടി വാങ്ങി കൊടുക്കണവർ. അതിനെ ഹ്യൂമാനിറ്റി എന്ന് പറയില്ല, അതിനെ അഗ്രസീവ് ഹ്യൂമാനിറ്റി എന്ന് പറയാം. അഗ്രസീവ് ഹ്യൂമാനിറ്റി. തമ്മിൽ കൊല്ലിച്ച് ധൈര്യമില്ലാണ്ട് തമ്മിൽ കൊല്ലിക്കുന്നത്. ഈ ഹിന്ദു ശിഖണ്ഡികളൊക്കെ ആരാധിക്കണല്ലേ. അപ്പോൾ മുസ്ലിം അല്ല റോമൻ കാത്തലിക് വിപരീതം ചെയ്യണവർ. നിങ്ങളുടെ റിസ്ക്കാണ്. നിങ്ങളുടെ തന്തയും തള്ളേനെയും ഇത്തരം അവരുടെ കൂടെ നടന്നവർ തമ്മിൽ കൊല്ലിച്ചിട്ട് നിങ്ങൾക്കും ആ വെടിത്തം നിരങ്ങി നീക്കണതിന് അത് അഗ്രസീവ് ഹ്യൂമാനിറ്റിയാണ്. തമ്മിൽ കൊല്ലിക്കുന്നത്. അത് സോഷ്യബിൾ എന്നല്ല പറയേണ്ടത്. അതിനെങ്ങനെ സോഷ്യബിൾ എന്ന് പറയും? തമ്മിൽ കൊല്ലിക്കുന്നത്. അതിനെ മറ്റേത് പറയുന്നത് ഓപ്പോസിറ്റ് ഓഫ് സോഷ്യബിൾ എന്നാണ്.
ഓപ്പോസിറ്റ് അത് വേറെ അഗ്രസീവ് സോഷ്യബിൾ പറയും. അങ്ങനെ ഒരു തരം ഒരു ചേർച്ചയില്ലാത്ത ഓപ്പോസിറ്റ് ഓഫ് സോഷ്യൽനെസ്, സോഷ്യബിൾ എന്നല്ല പറയാം, ഓപ്പോസിറ്റ് ഓഫ് സോഷ്യബിൾ, മിസ്കമ്മ്യൂണിക്കേഷൻ, തമ്മിൽ കൊല്ലിക്കുന്നത്, നാവിന്ന് വളി വിടുക, ആവശ്യമില്ലാണ്ട് ഒരു പരസ്പര ബന്ധമില്ലാണ്ട് അസമയത്ത് സമയമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാണ്ട് എന്തൊക്കെയോ ബുദ്ധി ഓതി കൊടുക്കുക, അവരെ അരന്ന് കൂട്ടി ചാവാൻ നിൽക്കുമ്പോൾ അട്ടസ് ചിരിക്കാൻ വേസ്റ്റ് സത്തു എന്ന് പറഞ്ഞിട്ട് കൃത്രിമം കാണിക്കാറുടെ മുന്നിൽ. എന്നിട്ട് ഈ വിഡ്ഡിയും തമ്മിൽ വിഡ്ഡിത്തം കണ്ട് കൃത്രിമം കണ്ട് അരന്ന് കൂട്ടി ചത്തു. അതല്ല വരേണ്ടത്. വിവരം പറഞ്ഞു കൊടുത്തിട്ട് മാറാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ ഇവിടെ വീട് പണി നടന്നു, അവിടെ ഒരു ആർക്കിടെക്റ്റ് കണ്ടു, അവിടെ ഇവിടെ കിടക്കണ കണ്ടു, അവരെല്ലാത്തിനും ക്ഷണിക്കില്ല. മനസ്സിലാക്കി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതല്ലേ പോണത്. അതുകൊണ്ട് തന്നെ പറയണേ എന്ത്, നിങ്ങൾ ആയിരുന്നു കുട്ടി വാങ്ങണ ഒരു വയനാട് കണ്ടില്ലേ? വയനാട് എന്തുണ്ടായി? ഞാനിവിടെ വന്നിട്ട് മെയ് മാസത്തിൽ വന്നു, മെയ് 29 മെയ് 28 അങ്ങനെ വന്നത് തോന്നുന്നു. അപ്പോൾ മെയ് കഴിഞ്ഞ് 2 മാസമായുള്ളൂ. ജൂലൈ 30 2024 അന്ന് 2004 സുനാമി ഇറങ്ങിയ പോലെ ഇറ്റ്സ് നോട്ട് നെസസറി ടു ഫോർ സുനാമി ടു കം ഫ്രോം ഷോർ ഇറ്റ് സെൽഫ്, ഇറ്റ് കം ഫ്രോം വിതിൻ ഇൻസൈഡ് എന്ന് പറഞ്ഞ പോലെ 2018-2019 കവളപ്പാറയിൽ അവസാനിച്ച പോലെ പിന്നെ കൊറോണ വന്ന് തുടങ്ങി. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം വൃത്തിയുടെ സ്ഥലത്ത് പോയിപ്പോൾ അത് കഴിഞ്ഞ് വല്ലപ്പാറയല്ല, ടീച്ചേഴ്സ് കഴിഞ്ഞ 2-3 മാസം മുമ്പ് ചത്ത പോലെയല്ലേ ടെമ്പോ ട്രാവലർന്ന്, അതുകൊണ്ട് അവിടെ കാണിക്കണല്ലേ അവർ കണ്ണിന് മുന്നിൽ. അപ്പോൾ ആ 2 ടെമ്പോ ട്രാവലർ അല്ല, അത് ഞാൻ ഊബർ ടാക്സിയുടെ നോക്കാൻ പോയത്. ഡ്രൈവിങ് അതിൻ്റെ കാശും കണക്ക് എത്ര പേര് വരും ട്രിപ്പിന് എന്നൊക്കെ നോക്കിയത്. എനിക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട, അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ വലിയ വാരിച്ച ചിലവാണെങ്കിൽ വാരിച്ച ജോലിയാണെങ്കിൽ ഓക്കെ, അത് ഫ്രീ ആയിട്ട് ജീവിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിനനുസരിച്ച് സുനാമി ഒന്ന് 26 ഡിസംബർ 25 ക്രിസ്മസിൻ്റെ ഫേക്ക് ബർത്ത് ഡേറ്റിൻ്റെ യേശുയുടെ അടുത്ത ദിവസമാണ് ബോക്സിംഗ് ഡേ 26/12/2004. വെസ്പാണ്ട് 24 എന്ന് പറയാം. 12 എന്ന് പറഞ്ഞാൽ 00 സമയം തന്നെ, 24 11:23 മണി കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് 26 തന്നെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് 2 മണിക്ക് 2:15 ഇടയിൽ വെള്ളം പൊട്ടി മുളച്ച് മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വയനാട് മുണ്ട എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പറയുന്നു, പഞ്ചാബിൽ പറയുന്നത് മുണ്ട എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ബോയ് അല്ലെങ്കിൽ നല്ലൊരു ആൺകുട്ടി എന്ന് പറയുന്നത് മുണ്ട. അപ്പോൾ മുണ്ട എന്ന് പറഞ്ഞാൽ കയ്യിലല്ല, കയ്യിൽ മുണ്ടും വ്യത്യാസം എനിക്ക് അധികം അറിയില്ല, ഫസ്റ്റ് ടൈം ബാംഗ്ലൂർ പോകുമ്പോൾ. അപ്പോൾ കയ്യം എന്ന് പറഞ്ഞാൽ സാമ്പാറിൽ ഉപയോഗിക്കണ കായല്ല, മുണ്ടക്കൈൻ്റെ തുമ്മൽ വരണ കായല്ല. അപ്പോൾ ആ മുണ്ടക്കൈ എന്ന് പറയുമ്പോൾ അവിടെ മുണ്ടക്കൈ എന്ന് പറയുമ്പോൾ ഗോവയിൽ മുണ്ട പറഞ്ഞ് നടക്കുക. ഹിന്ദി ഞാൻ പറയണില്ലേ, പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ മുഖത്തിൻ്റെ പ്രത്യേകതയും അത് സാധാ വല്ല കുരുട്ട് മാമക്കോയനെ പറയണ പോലെയാണോ? അല്ല. അപ്പോൾ ഓരോരുത്തരുടെയും ചുരുളമുടി എല്ലാത്തിനും വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ മുണ്ടക്കൈ ചൂരൽ ഇങ്ങനെയുള്ളൊരു ഇങ്ങനെ കുടിച്ചിട്ട് ആൾക്കാരും തമ്മിൽ കൊല്ലിക്കണവരും വിപരീതം ചെയ്യണവരും റിസ്ക് അവർക്കുള്ള റിസ്ക് തന്നെയാണ്, അല്ലാണ്ട് എനിക്കുള്ള റിസ്ക് അല്ല. അവർ ചെയ്യണതിൽ അത് സെക്കൻഡ് കമ്മിങ് പ്രതീക്ഷിച്ചിട്ട് വിപരീതം ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ലേ. അപ്പോൾ അതിൽ എന്തെങ്കിലും ലാസ്റ്റ് ഒരു പിഴവ് സംഭവിക്കാണ്ട് മൈനോറിറ്റി ഡെറൈവേറ്റീവ് 300 വർഷം വരെ ജീവിക്കാനുള്ളത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ നടക്കും കുറേ കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ അതനുസരിച്ച് അവസാനം വരെ നിലനിൽക്കുന്നതിലാണ് കറക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആൻഡ് ലാസ്റ്റ് മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ പറയണം. അപ്പോൾ അന്ന് 2 മണിക്ക് പൊട്ടിമുളച്ച് 2 കാലിന് ജൂലൈ 7 എന്ന മാസം ജീവനുള്ള എത്തുന്ന സമയമാണ്. അപ്പോൾ ജൂലൈ 30 ഓഗസ്റ്റ് 2 ദിവസം മുമ്പ് ഇവിടെ വന്ന് താഴേന് മോളിക്ക് പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നടക്കണ എന്താണെന്ന് വെച്ചാൽ പൊട്ടിമുളച്ച് വരണതിന് മുണ്ടക്കൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നു, ഇവിടെ കാണിക്കാൻ പറ്റില്ല. താഴോട്ട് എന്ന് പറയുമ്പോൾ താഴ്വാരത്തിൽ എന്ന് പറയുമ്പോൾ ബ്രൈറ്റ് സണ്ണി സൈഡ് കാണുന്ന പോലെ ബ്രൈറ്റ് സൺ ആൾസിറാൻഡിയുടെ വീട്ടിൽ പോകുമ്പോൾ ആൾസിറാൻഡിയുടെ പാറ്റേൺ കാണുമ്പോൾ അവരുടെ ബ്രൈറ്റ് ഓറഞ്ച് കളറുള്ള ഒരു തരം ലൈറ്റുള്ളൊരു പാഡി ഫീൽഡ്, എന്തോ ഒരു നല്ല ഗ്രീനറിയുള്ള സണ്ണി സൈഡ് കാണുന്ന പോലെയാണ്. സൺലിറ്റ് സൈഡ്, അടിയിരുട്ട് പിടിച്ച സ്ഥലങ്ങളുമായിട്ട് എനിക്ക് ബന്ധമില്ല. അപ്പോൾ അതനുസരിച്ച് പോകുമ്പോൾ ഇങ്ങനെ അവർക്ക് വിപരീതം ചെയ്യണവർ റിസ്ക് എടുക്കണവർ എന്നുവെച്ചാൽ വിപരീതം ചെയ്യണേ. സാധാ രീതിയിൽ പോയി കുഴപ്പമില്ല. റോമൻ കാത്തലിക് ഹിന്ദുസ് മുസ്ലിംസ് പീസായി ചത്ത പോലെ അങ്ങനെയാണ്. ചൂരൽ മല എന്ന് പറഞ്ഞാൽ ചൂരൽപ്പഴം കൊട്ടി
ചുമപ്പിക്കണ പോലെ വെന്തണതുപോലെ ആ കിട്ടുന്ന പീസസ് അഡ്രസ്സ് ഇല്ലാണ്ട് സാവണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നാവിന് വളി വിട്ട നാവ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാനിവിടെ ആരെ കുറിച്ചും ഞാൻ പറയാൻ പോയിട്ടില്ലേ. പിന്നെ നിങ്ങളുടെ നാവ് അങ്ങനെ വളി വിട്ട പറയിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന എവിടെ ശരിയാവും? അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ കൊല്ലിക്കുന്നത് കാരണം തമ്മിൽ കൊല്ലിക്കണം. ഒരു അധിക നാൾ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ഒരു അഡ്രസ്സ് തന്നെ ഇവിടെ ശേഷിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അഡ്രസ്സ് ഇല്ലാണ്ട് പീസായി ചാവണത് എന്തുകൊണ്ടാണ്? വേദന ഇല്ലാണ്ട് ചാവണത് എന്തുകൊണ്ടാണ്? ഉറക്കത്തിൽ പീസായി ഇതില്ലാണ്ടായ വെള്ളം മൂക്കിൽ കയറി എല്ലാം കൂടി കയറി പീസായി ഉരുണ്ട് തെറ്റിൽ കളിച്ച് തീട്ടത്ത് ഉരുണ്ട് കളിച്ച് എവിടെ ചെന്ന് എത്തുന്ന ബോധം കൂടി ഉണ്ടായിണ്ടാവില്ലേ, എവിടെ സത്വ എവിടെ പോയിന്നും. അതാണ് വേദന ഇല്ലാണ്ട് ചാവാന്ന് പറയുന്നത്. ഭൂമിക്ക് ഭാരമായിട്ട് അഡ്രസ്സ് വരും അവശേഷിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളവർ ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞ് കൊഞ്ചം പറഞ്ഞ് തമ്മിൽ കൊല്ലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ നാവെന്ന് വളവിട്ട നാവെന്ന് പറയേണ്ട കാര്യം. വളവിട്ട നാവെന്ന് പറയുന്നത് എന്താ? മര്യാദയ്ക്ക് സാധാരണ ഈ താഴേന്ന് തൂറാണ്ട് നാവ് എന്ന് പറയുന്നത് വിവരമുള്ള കാര്യങ്ങൾ വരണം എന്നുള്ളതാണ്. നാവിൽ നിന്ന് തന്നെ പറയിപ്പിച്ച വളവിട്ട നാവ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇവിടെ ഹിന്ദി പറയണ കൂടിയില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് ഓരോ താഴേന്ന് മോളിക്ക് എത്തുമ്പോൾ ഓരോ നടക്കേണ്ട രീതിക്ക് വരണത്. അത് സമയത്തിനനുസരിച്ച് അവിടെ വേറെ ചിരട്ടക്കോശിയിലൊന്നും നടന്നില്ല. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടാവണേ, എന്തുകൊണ്ടാണ് നോട്ടവും ഡയമെൻഷനും കണ്ണിൻ്റെ ആംഗിളും ഒബ്സർവേഷനും എങ്ങനെയാണ് വരണത്, ഏത് ഭാഗത്തേക്കാണ് വരണത്, പണ്ട് എവിടെയായിരുന്നു, ഏത് ഭാഗത്താണ്, എന്താണ് ബിലായാണോ, ഏത് സമയത്തൊട്ടാണ് ഒരു ഇത് എന്താ പറയുക ഏതെങ്കിലും സ്ഥാപനത്തിന് പേര് മാറ്റുന്നതോ അതിനടുത്ത് കിടക്കുന്ന 7th ഡേ ഇവാന്യൂസ് എന്നൊക്കെ പറയണത് ഇവൻ നീ ഉദ്ദേശിച്ച ആളല്ല, അപ്പോൾ മെയിലല്ല ഫീമെയിലല്ല ഒരു ഇമെയിലാണെന്ന് പറയുന്നത്, ഇലക്ട്രോണിക് മെയിൽ എന്തുകൊണ്ടാണ് പറയും മനസ്സിലായി. പണ്ട് മിഷൻ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ പേര്. അതിനോട് ജൂബിലിന്ന് എന്തുകൊണ്ടാണ് ചേർത്തതെന്ന് പിന്നെ മനസ്സിലാക്കുക. എന്നുവെച്ചാൽ എൻ്റെ August 2025 ജിബിളുടെ പേര് അടുത്ത കസിൻ്റെ ജിബിൾ എന്ന് പറയുമ്പോൾ വെച്ചാൽ അവൾക്ക് August 25 വെച്ചാൽ ഓഗസ്റ്റ് ബിലായുടെ കൊണ്ടാണ് ബില്ലു ബാർബർ എന്നൊക്കെ സിനിമ ഇട്ടിട്ടുള്ളത്. എന്നുവെച്ചാൽ ബാർബർ നമ്മളെ ബാലേട്ടൻ്റെ സിനിമയുടെ അതല്ല വേറൊരു കഥ തുടരുന്നൂടെ വ്യത്യാസം ഹിന്ദി പതിപ്പ് പ്രിയദർശൻ സംവിധാനം ചെയ്തത്. എന്തുകൊണ്ടാണ് പറയണേ? ജൂബിലിന്ന് പിന്നെ എപ്പോഴും തൊട്ടുണ്ടായി 2002 തൊട്ടങ്ങോട്ടായിരുന്നു ജൂബിലിന്ന് പേര് മിഷൻ ഹോസ്പിറ്റലിന് അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്? ജ്യൂ എന്ന് പറഞ്ഞാൽ യഹൂദിയരുടെ ഇതാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും ആ വെട്ടിത്തെറപ്പിക്കുകയാണ് പാതിരികളുടെ ആവശ്യത്തിൽ നിന്ന് ചെയ്യേണ്ടതെന്ന് അതും ചെയ്തുകൊണ്ടിരിക്കുക. ഏത് ജ്യൂ എന്നിട്ടാലും ഏത് ബില്ലിന്ന് ഇട്ടാലും അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ് ബില്ലി എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ് പറയണല്ലേ, അത് പൂച്ച നടത്തണം ബിലായി എന്നൊക്കെ പറയണം. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ ഒരു ചേർച്ച എന്താണ്, എന്തുകൊണ്ടായി ആര് ജനിച്ചിട്ട് എന്ത് പുതിയ തലത്തിലേക്ക് എന്തൊക്കെ നീങ്ങണം. കുറച്ച് നാൾ 2000 പേര് അധികം പുതിയതില്ലെങ്കിലും അത് പിന്നെ എപ്പോഴാണ് മാറി പോകുന്നത്, എന്തുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ ചെയ്യാത്തത്? ചെറിയ പിള്ളേക്ക് അറിയാത്ത പറയുമെന്ന് പറയുന്ന പോലെ ചെയ്യണ്ട. മെച്യൂർ ലെവൽ കാര്യങ്ങൾ ചെയ്യും. അത് സമയത്തിന് കാലത്തിനനുസരിച്ച് കണക്കിനനുസരിച്ച് മരിച്ചാണ് അവർ. അത് മനസ്സിലാക്കാൻ പഠിക്കണം. അന്ന് അമ്മാമ്മ മരിച്ചാൽ അപ്പാപ്പ മരിച്ച 95 വയസ്സ് വരെ ചാവണവരല്ല. ചെറുപ്പമായിട്ടിരിക്കണം 65 ആർത്രൈറ്റിസ് കിട്ടി 65 വയസ്സിൽ 69 വയസ്സിൽ 95-96 വർഷത്തിനിടയ്ക്ക് ഓരോ പ്രത്യേകത രീതി വരുമ്പോൾ 2000 കഴിഞ്ഞ് വരണ സമയം കണക്കനുസരിച്ച് നടക്കുന്ന രീതി വരണത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഒരു വിമിഷ്ടം എന്താണ്ടാവണേ, മുഖത്തേക്ക് സംസാരിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ച് ചെയ്യണം. എനിക്കൊന്നും പറ്റാൻ പാടില്ല. നിങ്ങളെന്തും വിഷം വേണം കുടിപ്പിച്ചോ, എനിക്കൊന്നും ഉണ്ടാകുമ്പോഴേ മനസ്സിലാവുണ്ട്. അങ്ങനെയാണ് വിഷം കുടിപ്പിച്ചാൽ ഞാൻ എന്താ ചെയ്യുക? നേരെ കക്കൂസയിൽ തുപ്പിയിടും. മനസ്സിലായ? വേസ്റ്റ് എന്താ എൻ്റെ നിങ്ങൾ കുടിക്കുക അത് ഫുള്ളും കക്കൂസയിൽ തുപ്പിയിടണ പോലെയാണ് എൻ്റെ രീതി. മനസ്സിലായ? കക്കൂസ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഞാൻ ഫ്ലഷ് കൂടി ചെയ്യും. ഫ്ലഷ് ചെയ്യാണ്ടത് വേറെ ഉള്ളവർ കെട്ടിക്കോട്ടെ കൂടി വിചാരിക്കില്ല. വിഷം എൻ്റെ കയ്യിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ അവിടേക്ക് തന്നെ തുപ്പും കക്കൂസയിൽ. അവിടെ ഞാൻ വിഴുങ്ങില്ല. അപ്പോൾ ആ കക്കൂസയിൽ തുപ്പിയിട്ട് ഫ്ലഷ് കൂടി ചെയ്യും. എനിക്ക് വേസ്റ്റുകൾ തിന്നിട്ട് നാവിന്ന് വളി വിട്ട രീതി വന്നിട്ട് ബാക്കി തമ്മിൽ കൊല്ലിക്കണ രീതി ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾ തമ്മിൽ പലരും കൊല്ലിച്ചുണ്ട്.
നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ മറവിയുണ്ട്. അന്ന് നിങ്ങൾ പണ്ട് എന്തൊക്കെയാണ് 91 തൊട്ട് 2000, 2005, 2015 വരെ എന്തൊക്കെയോ കണക്ഷൻ വെച്ച് ഇവിടെ ഉണ്ടായത്. നിങ്ങൾ ഏതോ പഴകിയവരുടെ കണക്ഷൻ വിചാരിച്ചിട്ട് പലരും തമ്മിൽ തമ്മിൽ കൊല്ലിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, നിങ്ങൾ കൂടെ ഇരുന്നവർ പെട്ടതലമാർ, കൊടവയർമാർ, ആർട്ടിഫിഷ്യൽ മറവി കൊണ്ടുവരും പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും കൊല്ലിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ആ വേസ്റ്റ് എടുത്ത് നിങ്ങൾ അട്ടസ് ഒരാൾ മാറി സ്വകാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചെന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ കൃത്രിമ കരച്ചിൽ കാണിക്കാൻ ഒന്ന് ഓർത്ത് നോക്കി പിറകോട്ട്. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ മറവിയല്ലേ, നിങ്ങളെന്താ ചെയ്തത് നിങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല. അപ്പോൾ കുടിച്ച് ഡ്രഗ്സ് നടക്കവർ ഈ വെടിത്തം കൃത്രിമം വിശ്വസിച്ച് തമ്മിലായിരുന്നു കൂട്ടി കൊല്ലിക്കും. അപ്പോൾ ശരിക്കുള്ള കാര്യം ഓഗസ്റ്റും അതിന് കണക്ഷൻ സമയം 2888 കണക്ഷൻ അനുസരിച്ച് വരണം. അത് പുതിയതിനെ കാണിക്കുന്നത്, പഴയതിനല്ല. അത് കുറച്ച് സമയം എടുത്താലും അത് തനിയെ വരണ രീതിയെ വരണം. അത് തനിയെ വന്നിട്ട് ഞാൻ പറയും, ഞാനൊരു 112 വയസ്സാകുമ്പോൾ എന്തായാലും ഞാൻ പോകും, എനിക്ക് കുഴപ്പമില്ല. അത് വയസ്സായി ചത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നല്ല. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ള ചേഞ്ചസ്. വയസ്സായി കിട്ടില്ലായിരിക്കും. 300 ഒരു ചിലപ്പോൾ 100 വർഷം കൂട്ടി കിട്ടുക. അതിലെങ്ങനെയാണ് അതിൻ്റെ എന്തെങ്കിലും അമൃത എന്ന് പറയുന്നത് ഒരു മരുന്നിൻ്റെ എന്തെങ്കിലും എഫക്റ്റ് വരണേ, അത് 100 വർഷം നീണ്ടു നിൽക്കുന്നതാണോ, 200 വർഷം നീണ്ടു നിൽക്കുന്നതാണോ, അയാൾ 50 വർഷം കൂട്ടി നിൽക്കുന്നതാണോ, അല്ലെങ്കിൽ 300 വർഷം കൂടി കൂട്ടി നിൽക്കുന്നതാണോ, 300 വർഷമല്ല 200 വർഷം കൂടി പ്ലസ് കൂട്ടി നിൽക്കുന്നതാണോ, പ്ലസ് 300 കൂട്ടി നിൽക്കുന്നതാണോ, 300 ഇയേഴ്സ്, അതിന് ആയുസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടുപിടുത്തത്തിനനുസരിച്ചാണ് ഡിറൈവേറ്റീവ്, കൊറോണ ഡിറൈവേറ്റീവ് ആണെങ്കിൽ എന്താണെങ്കിലും പിഴവ് സംഭവിക്കാതെ മൈനോറിറ്റി നിലനിൽക്കുമ്പോൾ മജോറിറ്റി പിഴവ് കാണിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടും കൂടി പിഴവ് കാണിക്കാണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാറിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ പിഴവ് സംഭവിക്കണവർ തമ്മിൽ കൊല്ലിച്ച് മാറാത്തവർ ഡ്രഗ് അഡിക്ട്സും MDMA ഡ്രഗ് അഡിക്ട്സ് ഇവിടെ ചിലവാവില്ല എന്ന് പറയണ പോലെ പിഴവ് കാണിക്കണവർ പിഴവ് സംഭവിക്കാൻ ചെയ്യും. അങ്ങനെയാണ് സീജോറായിന് പറ്റിയത്, ഗ്ലീഷോന് പറ്റിയത്, ഫേക്ക് സിറ്റുവേഷൻ ആണെങ്കിലും അഡോൾഫ് ഹിറ്റ്ലറിന് പറ്റിയത്. യഹൂദിയരൊന്നും അവരെ ആക്രമിക്കാൻ പോയിട്ടില്ല. ജർമ്മനിയിൽ അവരെ കൂടി പാർപ്പിച്ച് അല്ലേ അങ്ങനെ വന്നത്, അവരവിടെ ഇമിഗ്രേഷൻ അവിടെ സെറ്റിൽ ആയതാണ്. പക്ഷെ അങ്ങനെയുള്ള യഹൂദിയരെല്ലാത്തിനെയും വെറുതെ ആവശ്യമില്ലാണ്ട് യഹൂദിയരെ അതൊക്കെ അനുവർത്തിച്ച് പാതിരി വേഷമൊക്കെ നിർത്തിയിട്ട് യേശോ പറഞ്ഞ പോലെ നിന്ന് വിലയാണ്ട് നക്കപ്പിച്ചാറ് ചെയ്യേണ്ട പാതിരി വേഷം നിർത്തി, എല്ലാം നിർത്തി, എല്ലാം കറക്റ്റായിട്ട് ചെയ്തു. അതിന് അഡോൾഫ് ഹിറ്റ്ലർ നിങ്ങൾ എന്തിനാ യേശുവിനെ വണങ്ങാത്തതെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ല കൊന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത അത് ഈ സഹാക്കിന് പകരം യേശോ കൊല്ലുന്നത് കളിയൊക്കെ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് സാക്രിഫൈസ് ചെയ്യണം. ഇത് സാക്രിഫൈസിനാണോ നടക്കണം, പുതിയത് സെക്കൻഡ് കമ്മിങ് സാക്രിഫൈസിനല്ല, ജഡ്ജ്മെൻറ്റിനാണ്. അപ്പോൾ അതുകൊണ്ട് അഡോൾഫ് ഹിറ്റ്ലർ അന്ന് ഓരോ വീട്ടിൽ തലയ്ക്ക് സുഖമില്ലാത്തവർ പലരും കൊന്നു നടക്കും, തമ്മിൽ കൊല്ലിച്ചുകൊണ്ടിരിക്കും. റേപ്പിസ്റ്റുകളെ ആരാധിക്കണവരും വിപരീതം ചെയ്യണവരും റിസ്ക് എടുക്കണവരും കുറേ മാമുകോയകളും എല്ലാ വക വെഡിത്തം കൃത്രിമം കാണിച്ച് പറഞ്ഞ് കുറേ പേരെ മില്യൺസിന് കൊല്ലിച്ച് അവർ തന്നെ ആത്മഹത്യ ചെയ്യണ രീതി വാങ്ങണം. അവർ തന്നെ ആത്മഹത്യ ചെയ്യും, അവർ തന്നെ അവരെ കൊല്ലിക്കും, അവർ തന്നെ സ്വയം വെടിവെച്ച് കൊല്ലും. എത്ര വലിയ കാശുണ്ടായിട്ട് എന്താ കാര്യം ഉണ്ടായേ? ധൈര്യം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? സ്വയം വെടിവെച്ച് താവേണ്ടി വരും. അപ്പം മനസ്സിലാക്കാൻ പഠിക്കുക ഏത് രീതിക്ക് എങ്ങനെയാണ് പോണേ, ചെറുപ്പം എങ്ങനെ നിൽക്കണേ, ഏത് വർഷമായിട്ട് ഏത് വർഷത്തിൻ്റെ അനുസരിച്ച് കണക്കനുസരിച്ച് വരണം വളർച്ച വരണത്. ഏത് 288 2 ഓഗസ്റ്റ് 2888 കഴിഞ്ഞിട്ട് എപ്പോഴാണ് അടുത്ത വർഷം അടുത്തൊരു 800 വർഷം കഴിഞ്ഞാൽ എപ്പോഴാണ് വീണ്ടും ആ വർഷം വരാൻ പോണത്? എപ്പോഴാണ് 2888 കഴിഞ്ഞിട്ട് 2000 എന്ന വർഷം 12 വയസ്സ് കഴിഞ്ഞിട്ടാണോ, 6ാം ക്ലാസ്സിലാണോ? അത് കഴിഞ്ഞിട്ട് 38 എന്തുണ്ടായി, 2711 എന്തുണ്ടായി, അടുത്ത 2001 എന്തുണ്ടായി, 9/11 1999 താലി സിനിമ ഇറങ്ങിയിട്ട് 27 1+1 28 കഴിഞ്ഞിട്ടാണോ 2000. കുയിശ്വരായ ആണോ, ഫേക്ക് പേരാണോ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതിനനുസരിച്ച് കണക്ഷൻ എന്താ പറയണേ? പുതിയത് പഴകിയവർ ഈ സിനിമ ഞാൻ 11 വയസ്സുള്ളപ്പോൾ കാണുന്നത് ഒരു 58 വയസ്സുള്ളവരെങ്ങനെ കാണും? 48-50 വയസ്സുള്ളവർ 11 വയസ്സ് കാണുന്ന കണക്ഷൻ അനുസരിച്ച് കാണുന്ന പോലെയാണോ? അത് മനസ്സിലാക്കാം. നിങ്ങളുടെ മുഖം വേറെ പോലെയാണ്. മാമുക്കോയെ കാണുന്ന പോലെയാണോ? മാമുക്കോയ 70-50 വയസ്സായിട്ട് കാണുന്ന പോലെയാണോ? ഒരു 11 വയസ്സ് ഏത് പേഴ്സൺ കാണുന്നത് അതുപോലെയാണോ? കണക്ഷൻ അനുസരിച്ച് കാണുന്നതാണോ? അത് മനസ്സിലാക്കാൻ പഠിക്കുക, വ്യത്യാസം മനസ്സിലാക്കാൻ പഠിക്കുക. അതുകൊണ്ട് ഹിന്ദി കുട്ടികളൊന്നും ഇവിടെ കണക്ഷൻ ഇല്ല. ഹിന്ദി കുട്ടികൾക്ക് ഇവിടെ എന്ത് കണക്ഷൻ? ഹിന്ദി കുട്ടികൾക്ക് വല്ല അറിയോ? ഹിന്ദി കുട്ടികൾ ഈ ശിഖണ്ഡികൾ ആരാധിക്കണ പാർവതിനെയും റേപ്പിസ്റ്റുകൾ ആരാധിക്കണവർ തന്നെയാണ്. അവർ ഹിന്ദി കൊടുക്കാൻ സംബന്ധിച്ച് ചുവന്ന പല്ലായിട്ട് കറുത്ത പല്ല് അരണ്ട പല്ലായിട്ട് ഇങ്ങനെ നടക്കും. വെളുപ്പുണ്ടാവില്ല, തെളിച്ചുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല.
അവരുടെ മുഖത്ത് തന്നെ തെളിച്ചുണ്ടാവും, പക്ഷെ പല്ല് സംസാരിക്കുമ്പോഴും കാണാം തൊണ്ണൊക്കെ വിളറി കറുത്ത് ഇങ്ങനെ എന്താ പറയുക, കറുത്ത പല്ലും ദ്രവിച്ച പല്ലൊക്കെ കാണാം. അയ്യോ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താന്ന്. അപ്പോൾ ഹിന്ദി കൊടുക്കുക മലയാളം MDMA എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനുഷ്യരെ സ്നേഹിക്കും, പക്ഷെ തമ്മിൽ കൊല്ലിക്കാൻ പാടില്ലേ. കൊല്ലിച്ചിട്ടെന്ന കാര്യം, തമ്മിൽ കൊല്ലിച്ചിട്ടെന്ന കാര്യം. നമുക്ക് ഒരു ഉന്നതത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഉന്നതത്തിലേക്ക് നമ്മൾ പരസ്പരം അഭിവൃദ്ധിക്ക് തമ്മിൽ അഭിവൃദ്ധിക്കുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്, അഭിവൃദ്ധിക്കുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ യേശുവോട് ജഡ്ജ്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് പലർക്കും കൂട്ടിക്കുഴച്ച് എല്ലാ രീതിയിൽ വേറെ രീതിയാണ്. പക്ഷെ അത് വേണ്ട. ഒരു മുന്നിട്ടൊരു കാര്യം ഞാനേനെ കണ്ടിട്ടുള്ളൂ. ഞാനൊക്കെ കൂട്ടി കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് പണ്ട് ബൈബിളൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ജോലിക്ക് പെട്ട കാരണം അന്നൊന്നും അവരെ കുറച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാനും പറ്റിയില്ല, ഒന്നും ചെയ്യുന്നില്ല. അന്ന് 2000 തൊട്ടാണെങ്കിൽ എനിക്ക് 2016 16 വയസ്സ് പോലെയാണ്. 2യുടെ കൂടെ 16 വയസ്സ്, 8ൻ്റെ കൂടെ 28 നമ്പർ അങ്ങനെയാണ്. 4 നമ്പറും എന്താ 18 to 324 എന്തെങ്കിലും അയക്കാനും 4 8 84 വയസ്സിൽ വയ്ക്കുമ്പോൾ എനിക്ക് 16 വയസ്സ് പോലെയാണ്. 2088 എനിക്ക് 27 വയസ്സാണെങ്കിലും 27-28 വയസ്സായെങ്കിലും ആ 2ഉം 8ഉം 20 സമയം ക്ലോക്കിൽ 8 മോഡൽ പുതിയതിനെ കാണാം. 8 4 84 വയസ്സിലാണ് ഞാൻ മരിച്ചതാണ്. അപ്പോൾ സമയം കണക്കാണ് മെയ് 2-ാം തീയതി. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണ് വരണമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധം വേണ്ടത്. അപ്പോൾ 2000 വർഷം കഴിഞ്ഞാൽ വരുന്ന രീതി പറയണം, മനസ്സിലായി? 2000 വർഷം കഴിഞ്ഞാൽ എന്നാൽ 2000 എന്ന വർഷം കഴിഞ്ഞിട്ട് വരുന്ന രീതി വരുമ്പോഴാണ് 2888 അവിടെ പക്വത വരുന്നത്, പെർഫെക്റ്റ്. എന്നുവെച്ചാൽ 888 എന്ന് പറഞ്ഞ യേശുവയുടെ നമ്പറാണ്. അത് പ്ലസ് 2 കേൾക്കുമ്പോൾ 24 + 2 8 × 3 24 24 + 2 26 ആണ്. അത് യഹോവയുടെ നമ്പറാണ്. അല്ലാണ്ട് നിങ്ങൾ കൂടോത്തരം ചെയ്യണം ശിഖണ്ഡികളുടെ നമ്പറല്ല. അവരുടെ പേരും കണക്കനുസരിച്ച് ഇസ്രായേൽക്കാർ പണ്ടേ തൊട്ട് 2000 വർഷം തൊട്ട് കൂട്ടി നോക്കണ അവരുടെ പേരും യഹോവ യേശുവയുടെ കൂട്ടി നോക്കുമ്പോഴുള്ള നമ്പറിനെയാണ് 888-ഉം സെക്കൻഡും 26-ഉം വരുന്നത്. അതുകൊണ്ട് ഫേക്ക് പേര് ശിഖണ്ഡികൾ ആരച്ച് നടക്കണത് 2000 വർഷം കഴിഞ്ഞ് വരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞാണ്. അപ്പം മനസ്സിലാക്കണ്ടേ, അത് വഴിയേ നടക്കും. അല്ലാണ്ട് വെറുതെ ഒന്നും ആരും പണ്ട് തൊട്ട് എഴുതി വെക്കില്ല, ആരും അതിനെക്കുറിച്ച് പറയില്ല. പക്ഷേ യഹൂദിയർ പലയിടത്തും ജീൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ യുദ്ധത്തിന് പോയതല്ല, എല്ലാം മെർച്ചൻ്റ് ഷിപ്പും കൊണ്ടുവന്നിട്ട് സ്പൈസ് ട്രേഡിങ്ങും പലയിടത്തും പോയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് 2000 വർഷം മുമ്പ് കേരളയിൽ വന്നിട്ടുണ്ട്. അവരുടെ പഴയ ഡ്രസ്സില്ലേ അത് വെച്ചിട്ട് കേരളയിൽ വന്നിട്ടുണ്ട്. 2000 വർഷം മുമ്പും 2500 BC-യിലും 1000 BC-യിലും ഇവിടെയൊക്കെ പല കണക്ഷൻ ഷിപ്പും പലതുണ്ട്. അതൊക്കെ ആരറിയണം? അന്നൊക്കെ അല്ല, ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചത് ഇവിടെ ആരും ഷിപ്പ് ആരും വന്നിട്ടില്ല എന്ന് വിചാരിച്ചായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്. അപ്പോൾ ഹിന്ദുസിനും മുസ്ലിംസിനും റോമൻ കാത്തലിക്സിനും ഒന്നും അധികം ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ എല്ലാം പറഞ്ഞ് അറിയാം. നിങ്ങളിവിടെ വെളുത്തവരും ഉയരത്തിലും ജീൻ മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. യഹൂദിയരുടെ ഇസ്രായേൽക്കാർ ഇവിടെ വന്ന് പല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ജീൻസ് അതൊന്നും ഹിസ്റ്ററിയിൽ അധികം ആരും പറയണില്ലേ. ഹിസ്റ്ററി ബുക്സ് ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കണില്ലേ, അതൊന്നും ആരും അധികം കാണിക്കണില്ലേ. ചെറിയ പിള്ളേർക്ക് അറിയാൻ ചിലപ്പോൾ പറ്റില്ല അതൊന്നും. അപ്പോൾ ഇവിടുത്തെ ജീൻസ് മറ്റൊക്കെ അവർ കല്യാണം തമ്മിൽ ക്രിസ്ത്യാനികൾ നസ്രാണി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്, നസ്രത്തുള്ള നസ്രാണി എന്നതിനൊക്കെ ഇവിടെ വന്നത് പണ്ട് 20 സെഞ്ചുറി മുമ്പും 15 സെഞ്ചുറി മുമ്പും 10 സെഞ്ചുറി മുമ്പൊക്കെ അങ്ങനത്തെ പേരുകളൊക്കെ വന്നത്. ഇവിടുത്തെ മ്യൂസിക്, സുജാതയുടെ മ്യൂസിക് വോയിസ് ഇട്ടിട്ടുണ്ട്. സുജാത ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ഷീല അങ്ങനെ സെലീൻ ചിയാരത്തുള്ള ഒരു കണിമംഗലം ഒരു ഷീല എന്നുള്ള പേരുണ്ട്. അങ്ങനത്തെ മുഖങ്ങളൊക്കെ ഇനി വരണേ. ഉയരം കുറഞ്ഞവരും ഉയരം കൂടിയവരൊക്കെ അങ്ങനത്തെ വെളുത്ത മുഖങ്ങൾ, ഇന്ത്യയിലല്ലാണ്ട് വേറെ മുഖങ്ങൾ വരുന്നതൊക്കെ അങ്ങനെയാണ്. പലരും തൃശ്ശൂരിൽ നിന്ന് മാറി മാംഗ്ലൂർക്ക് പോണവർ, ചിലർ സൗത്ത് നാഗർകോയിലും അങ്ങോട്ടൊക്കെ പോണവർ. അപ്പം അങ്ങനെ പല മിക്സപ്പ് ഇസ്രായേൽ ജീൻസും കല്യാണവും ഇസ്രായേൽക്കാരും മലയാളികളും അന്നത്തെ മലയാളികൾ. അന്ന് മലയാള അക്ഷരം എന്ന് പറയുന്നത് ഉരുണ്ട അക്ഷരമല്ല, ഒരു വൈ ഷേപ്പ് കീഴ്പോട്ടാക്കി ലൈൻ അങ്ങനത്തെ അക്ഷരങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പണ്ടത് ചേര രാജ എന്ന് പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ വ്യത്യാസമുണ്ട്. അന്നും പലരും മിങ്കിളെ ആവുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡിലത്തെയും ശരിക്കുള്ള തമിഴന്മാരെ പോലെ ഈ റോഡ് സേലത്തൊക്കെ പോയി നോക്കാം. നിങ്ങൾ കോയമ്പത്തൂർ ഈ റോഡ് സേലം തൃശ്ശൂരാണ്ട് തീർക്കണവർ അവിടെയുള്ള അവിടുത്തെ വെളുത്ത നല്ല വേറെ ടൈപ്പുള്ള വെളുപ്പുള്ള സ്ത്രീകളാണ്. വെളുത്ത നമ്പൂതിരി പോലെ എന്ന് പറയാൻ പറ്റില്ല, വെളുത്ത നല്ല ഉയരത്തിലുള്ള സ്ത്രീകളും ചെക്കന്മാരും വേറെ ടൈപ്പിലാണ്. അപ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട്. ശരിക്കുള്ള തമിഴല്ലത്.
അപ്പോൾ അങ്ങനെ കുറേ ജീൻ ഇൻ്റർമിംഗ്ലിങ്ങും പല സമാധാനത്തോടെ പീസ്ഫുള്ളായി സ്ട്രെങ്ത് ആയിട്ട് വന്നിട്ടുണ്ട്. അല്ലാണ്ട് അതിൽ യുദ്ധം ചെയ്യാനും തമ്മിൽ കൊല്ലിക്കാനുള്ളതല്ല. അപ്പോൾ അങ്ങനെ സ്ട്രെങ്ത്തിൽ വന്ന ഇതിലാണ് ഒരു സ്പെഷ്യൽ ആൾക്കാരൊക്കെ പിന്നെ ജനിക്കുന്നത്, പിന്നെ വരുന്നത്. അതനുസരിച്ച് അവർ ഉത്ഭവിക്കുന്നത്. കൃത്രിമം കാണിച്ചാലും നാച്ചുറലായിട്ട് പറയണതിന് കൃത്രിമം കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. പക്ഷേ പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വളി വെട്ട മുഖത്തേക്ക് കാണേണ്ട ആവശ്യമില്ലെങ്കിൽ എനിക്കത് കാണേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി ഒന്നും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വരാത്തത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. അതുകൊണ്ടാണ് ഇന്ത്യ തന്നെ പോക്കാവും. ഇന്ത്യയുടെ കാര്യം പിഴവ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഹിന്ദുസും റോമൻ കാത്തലിക്സും മുസ്ലിംസും നിങ്ങളുടെ റിസ്ക്കാണ്, അതിനാണ് എൻ്റെ റിസ്ക് അല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ റിസ്ക് എന്തിനാ എടുക്കേണ്ട കാര്യം? നിങ്ങൾക്ക് ബൈബിൾ വായിച്ചാൽ അതിനുള്ള ശരിക്കുള്ള കാര്യം പാതിരികളുടെ ആവശ്യം നിന്ന് വല്ലാണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്തോട്ടെ. വല്ലാണ്ട് വിപരീതം ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പോൾ അതിനാണ് പിഴവെന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയുടെ കാര്യം പോക്കാന്ന് പറയുന്നത്. അപ്പോൾ എന്നുവെച്ചാൽ പറഞ്ഞിട്ടില്ലേ, ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആവാനും അധികം നാളെടുക്കില്ലാണ്. അത് പെട്ടെന്ന് തീരും. നിങ്ങൾ ചോദിക്കുമ്പോൾ 5 വർഷം കുറേ വർഷം ഉണ്ടല്ലോ. അല്ല, 5 വർഷം 5000 ഇയർ എന്നല്ല, 5000 years എന്നല്ല, പെട്ടെന്ന് തീരും. 1 മാസം ഉണ്ടല്ലോ, കുറേ മാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ, കുറേ ദിവസങ്ങളുണ്ടെന്ന്, പെട്ടെന്ന് തീരും. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ വൺ എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒഴുക്കോടെ പോകും ഓളത്തിനനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞേ, നിങ്ങൾക്ക് ഒരാളെക്കുറിച്ച് ആരെക്കുറിച്ചാണ് പറയണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കത് പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ വളി അവിടെ ഇവിടെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാനിത് വളി ഞഞ്ഞമിഞ്ഞ പറയാൻ പോകുന്നത് ധൈര്യം. എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ ഇതുപോലെ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും. ഞാനിതുപോലെ എനിക്ക് റൈഫിസ്റ്റ് ശിവന തകടിച്ച് താവുന്ന വളി വിടണത്, അതിൽ തുറവടേക്ക് കൂടുതൽ അപോർഷൻ ചെയ്യണപ്പോൾ അറിവില്ലാത്ത അരച്ച് തമ്മിൽ കൊല്ലിച്ച് നാടകം കളിച്ച് കൃത്രിമം കാണിച്ച് ഞാനത് ചെയ്തിട്ടില്ലേ. കൃത്രിമം കാണിച്ച് തമ്മിൽ കൊല്ലിച്ച് അവർ വേസ്റ്റ് ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് തമ്മിൽ കൊല്ലിച്ച് നടക്കാം. അതെങ്ങനെ ഡ്രഗ് അടിച്ച യേശു പിന്നെ ഇങ്ങനെ പറയണേ? അതങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഹിന്ദി കുട്ടികൾ, മലയാളം MDMA അതുപോലെ നടന്നുകൊണ്ടിരിക്കുക ഞാൻ. അപ്പോൾ വലിയ അർത്ഥമുണ്ട് ചെയ്യണതിന്, സമയത്തിന് വന്നതിന്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ വേറെ ഹാരിസിനെ കുറിച്ച് ഞങ്ങൾ പറയണേ എന്ന് പറഞ്ഞു. 4 പേര് 24 വയസ്സുള്ളവർ വന്നപ്പോൾ അവർ മോളിനാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളത് 21st ഫ്ലോറിലാന്ന് പറഞ്ഞു. 22nd ഫ്ലോറിലുള്ള ഹാരിസിനെ കുറിച്ച് പറയണേ. അപ്പോൾ അങ്ങനെ ഒരു ഹാരിസിന് നമുക്ക് മലയാളം അറിയണവരല്ലേ, മലയാളിയല്ലേ, മോൻ കണ്ട് തിരിച്ചറിയുന്നതിന് പറയേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ മലയാളി നിങ്ങളെ മുഖത്ത് സംസാരിക്കണോ ഇല്ല അതിനെക്കുറിച്ച് ഡിസ്കസ് അവരോട് ചെയ്യണല്ലേ, ഇവിടെയും ചെയ്യണല്ലേ. വളി വിട്ട നാവ് തമ്മിൽ കൊല്ലിച്ചിരിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ തലയ്ക്ക് സുഖമില്ലാത്തവരും പലരും ഇങ്ങനെ നടക്കുന്നുണ്ട്, മരുന്ന് കൂട്ടി വാങ്ങി. അപ്പോൾ അത് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കുടിച്ച് തലകടിച്ച് നടക്കുന്നവർ, തലയ്ക്ക് സുഖമില്ലാത്തവർ പലതും പറയും. അതുകൊണ്ട് നാവൊന്ന് വളവിട്ട് പറയിപ്പിക്കാണ്ട് പറയാം, കാര്യങ്ങൾ ചെയ്യാം. അതാണ് അതന്നെ പറയണേ. ജീവനുള്ള ദൈവം, ലിവിങ് ഗോഡ്, ജീവനുള്ള ദൈവം ജലസ് ഗോഡാണ്. ജലസ് എന്ന് പറഞ്ഞാൽ സമയം അതനുസരിച്ച് ബിലീവർ എന്നല്ല പറയണ്ട. ബിലീവർ എന്ന് പറഞ്ഞാൽ മനുഷ്യരായി പോയില്ലേ, തമ്മിൽ കൊല്ലിച്ച് പറയിപ്പിച്ച് പറയണവർ, അതിന് എന്നല്ല പറയേണ്ടത്. മുസ്ലിം അർത്ഥമാണ്. ജലസ് ഗോഡ്. അത് അതിനനുസരിച്ച് നിലനിൽക്കും ചെയ്യും. ജലസ് അതിനനുസരിച്ച് നിങ്ങൾ വളി വിട്ടെന്നാ പറയിപ്പിച്ച് പറയുകയാണെങ്കിൽ അത് നോക്കി കാണും ചെയ്യും. അതിനുള്ള തക്ക ശിക്ഷ കിട്ടും ചെയ്യും. ചിലപ്പോൾ 300 വർഷം പ്ലസ് ലൈഫ് സ്പാൻ കിട്ടിയാലും അതിൽ പിഴവ് കാണിക്കണവർ പെടും. അതിൽ നിലനിൽക്കണവർ മൈനോറിറ്റി നിൽക്കണവരും ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ പഠിക്കുക. പക്ഷെ നിങ്ങൾ ചെയ്യണം ബൈബിളിന് വിപരീതം ചെയ്യുന്നത്, തെറ്റ് മാറ്റാൻ പഠിക്കണം. പക്ഷെ നിങ്ങൾ അതിനെ ആ തെറ്റിലെ ഉരുട്ട് കളിക്കണം. ആ തെറ്റ്, ആ ശിഖണ്ഡി ആരാധന, ആ തെറ്റ്, ആ തീട്ടത്തിൽ ഉരുട്ട് കളിക്കുക, തീട്ട BJP, അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾ. അത് വേണ്ടതെന്നേ പറഞ്ഞോളൂ. അവിടെ എനിക്ക് പറഞ്ഞോളൂ, ആ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് പറയേണ്ട കാര്യമില്ല. ആ വോയിസ് ഡ്രഗ് അടിച്ച് നടന്ന ആ വോയിസ് വ്യത്യാസമുണ്ട്. ഇത് പറയുന്നത് എങ്ങനെയാ? അങ്ങനെയുള്ളവർക്ക് ഇത് പറയാൻ പറ്റുമോ? അവർ ഇങ്ങനെ പറയണോ ചോദിച്ചിട്ടല്ലേ പറയാ. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഹിന്ദി കുട്ടികളത് പറയുമോ? അത് മനസ്സിലാക്കാൻ പഠിക്കും. നിങ്ങൾ കൊണ്ട് ഇതാണോ ഇങ്ങനത്തെ താവിന് വളിപെടാനായിട്ട്? അപ്പോൾ ശ്രേഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യും.
അതനുസരിച്ച് ഏത് സമയത്ത് എപ്പോൾ ചെയ്യണോ അതനുസരിച്ച് എപ്പോൾ ചെയ്യണോ അതനുസരിച്ച് ഇത്. ഇപ്പോൾ 2026 ആയിട്ടുള്ളൂ, 38 വയസ്സായിട്ടുള്ളൂ. ഇല്ലാണ്ടെങ്കിൽ കുറേ ഞാൻ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയില്ല, ഞാൻ പോവില്ല. അതനുസരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഒന്നും ആയില്ലെങ്കിൽ ആയില്ല. അന്നും യേശുയുടെ കാലത്ത് തന്ന ഒരു വേറെ എക്സാജറേഷൻ ആണെന്ന് അറിയില്ലല്ലോ, സാക്രിഫൈസ് ആണ്. അതനുസരിച്ച് മുന്നോട്ട് ഇങ്ങനെ ആൾക്കാർ പറക്കണ രീതിയൊന്നും പെട്ടെന്ന് വരില്ലായിരുന്നു. ഫ്ലൈങ് സ്യൂട്ടും എയർപ്ലെയിനൊക്കെ മാജിക് മാറ്റിൻ്റെ സ്ഥാനത്ത് ഫ്ലൈങ് പ്ലെയിനും സ്പേസും ഇതൊക്കെ വന്നത് യേശുവയുടെ പുനരുദ്ധരിക്കും ഉയർപ്പിനനുസരിച്ച് വരുന്നതാണ്. അതിൽ ഗരുഡവാഹനമല്ല. അപ്പോൾ ഓരോന്നിനും എന്തുകൊണ്ട് ഏത് സമയത്ത് ഏത് വാക്ക് ഉപയോഗിക്കണോ, ഏത് സമയത്ത് ഏത് മണിക്കൂറിൽ എന്ത് വേർഡ് പറയണോ, ഏത് സമയത്ത് എന്ത് കഴിഞ്ഞിട്ട് എന്ത് ഉണ്ടാവണം എന്നൊക്കെ മനസ്സിലാക്കാൻ പഠിക്കുക, ശ്രദ്ധിക്കാൻ പഠിക്കുക. അതുകൊണ്ട് വേറത്തേക്ക് ആരും ഇങ്ങനെ തമാശയ്ക്ക് ആരും പറയില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം പാതി മെഡിറ്ററേനിയൻ ആണെങ്കിലും പാതി ഇന്ത്യൻ ആണെങ്കിലും അതിൽ നിലനിൽക്കേണ്ടോടത്ത് നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് നിലനിൽക്കാത്തത് പുനർജന്മം ഇല്ലാത്തത് പുനർജന്മം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പുനർജന്മം ഒന്നും ഉണ്ടാവില്ല. മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ ചെയ്തു, റിലീജിയൻ തമ്മിൽ കൊല്ലിച്ചു, അതിന് പുനർജന്മം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും? അപ്പം അത് മനസ്സിലാക്കിയ അപ്പം നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആരാന്ന് പറയാറിയില്ല, അതിനെക്കുറിച്ച് പറയണമില്ല. ഞാൻ പലയിടത്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മെനക്കെട്ട് നിങ്ങളുടെ വളി വിട്ട മോന്ത കാണേണ്ട ഒരു കാര്യമില്ല. പല രീതിയിൽ പല സ്ഥലത്ത് എന്തെങ്കിലും വെച്ചാൽ അതിനെക്കുറിച്ച് പലയിടത്ത് ഞാൻ എവിടെ ഏത് ദിശയിൽ പോയാലും ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ട് മാത്രമേ അതെ നിങ്ങളവിടെ പോവാ ഒന്നും പറയാനില്ലേ. പിന്നെ ഇത്രയ്ക്ക് മെനക്കെട്ട് താഴേക്കോ മോളിക്കോ എവിടെയെങ്കിലും വരേണ്ട കാര്യം ഉണ്ടാക്കി. അപ്പോൾ അതാ പറഞ്ഞ് നിങ്ങളെ വളി വിട്ട നാവ് നിർത്താൻ പഠിക്കും. അല്ല നിങ്ങൾ തന്നെ ഇരുന്നൂട്ടി വാങ്ങുന്നതുകൊണ്ട്. പിന്നെ പറയണത് യേശുവിൻ്റെ സെക്കൻഡ് കമ്മിങ് മനുഷ്യൻ്റെ പോലെ തന്നെയാണ്. മനുഷ്യരോട് സ്നേഹം തോന്നാൻ പലതുണ്ടോ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് സ്പിരിച്വൽ പ്രൈഡിൻ്റെ കാര്യം അവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് തമ്മിൽ കൊല്ലിക്കാണ്ട് ഷോർട്സ് വാക്കുകൾ പറയാണ്ട് ഷോർട്സ് കഴിക്കാണ്ട് അവരുടെ വിഡിത്തം തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് വിവാഹത്തിൻ്റെ ഉടമ്പടിയിലാണ് സ്പിരിച്വൽ പ്രൈഡിൻ്റെ കാര്യം അവിടെ കൊണ്ടുവന്നത്. ബൈബിളെല്ലാം പറഞ്ഞേ സ്പിരിച്വൽ പ്രൈഡ് എന്തിട്ട് അങ്ങനെ പറഞ്ഞതന്നെ. അപ്പോൾ അതിനനുസരിച്ച് വരണത് മനുഷ്യൻ്റെ രീതിക്ക് വന്നിട്ട് മനുഷ്യരുടെ രീതിക്കാണ് ഞാൻ പറയണേ. അതുകൊണ്ട് തന്നെ പറഞ്ഞേ ഈവൻ ദ സൺ ഡസൻ നോ ദ ടൈം. യേശുവയ്ക്ക് അത് അവർക്ക് പക്ഷെ ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത് നടക്കുള്ളൂ എന്ന് മനസ്സിലായോ? ഇവൺ ദ യേശു സൺ ഡസൻ നോ ദ ടൈം. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുന്നത് പുറമേക്ക് കോൺഷ്യസ്ലി കൊണ്ടുവരാൻ അത് മനുഷ്യൻ്റെ ഒരു ഇത് പ്രതീതിയിൽ വരണവർക്ക് പറ്റുള്ളൂ. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ തമ്മിൽ കൊല്ലിക്കണവർക്ക് അത് പറ്റില്ല. അതിന് പുനർജന്മം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത് നടക്കുന്നത്. ലിവിങ് ഗോഡ്സ് ടൈം എവരിത്തിങ് വിൽ ഹാപ്പൻ. ഇവൻ ദ സൺ ഡസൻ നോ ദ ടൈം ബട്ട് ദ ഫാദർ, അതായത് ലിവിങ് ഗോഡ് നോസ് എവരിത്തിങ്, നോസ് ദ ടൈം. എവിടെ എന്ത് വെച്ച് എവിടെ നടക്കും, എന്ത് ചെയ്യും, എന്താണ് എവിടെ ഉണ്ടാവണേന്ന് അപ്പം മനസ്സിലാവും. അതാണ് ജീവനുള്ള ദൈവത്തെ സ്തുതിക്കാന്ന് പറയണത്. അല്ലാണ്ട് മനുഷ്യരെ ആരാധിക്കേണ്ട കാര്യമില്ല. മനുഷ്യരെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തു പ്രൈസ് ചെയ്യാം, ശരി. പക്ഷെ അതിനേക്കാളും മേലെയുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ ആ ഒരു അൾട്ടിമേറ്റ് സാക്രിഫൈസിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ് അൾട്ടിമേറ്റ് സ്തുതി കൊടുക്കേണ്ടത്, പ്രൈസ് കൊടുക്കേണ്ടത് ജീവനുള്ള ദൈവത്തിനാണ്. മനസ്സിലായോ? അവിടെ പാതിരികൾക്കല്ല. നക്കപ്പിച്ച സാലറിക്ക് നിന്ന് വിലയില്ലാണ്ട് ചേർത്ത് പറഞ്ഞുണ്ട്. ജീവനില്ലാത്ത കല്ലും മണ്ണും വിഗ്രഹത്തിനും എല്ലാം ആരാധന കൊടുക്കേണ്ടത്. സ്തുതിപ്പ് ഏറ്റവും ലാസ്റ്റിൽ യൂണിവേഴ്സൽ ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ അതിനെയാണ് ബ്രാഹ്മൺ എന്ന് പറയുന്നത്. ബ്രാഹ്മൺ എന്നല്ല, ബ്രഹ്മൺ യഹോവ അതിനെയാണ്. അവിടെ ഗാണ്ടു ഖുറാനും നക്കപ്പിച്ച സാലറിക്ക് തന്തേനെ തള്ളേനെ കൊല്ലിച്ചിട്ട് ഡ്രഗടിച്ച് കാരോട് കൈയടുപ്പിച്ചിട്ട് കുടിച്ച് ഡ്രഗടിച്ച് നടന്നിട്ട് കൃത്രിമം കാണിക്കുന്നു പറയിപ്പിച്ച് പറയണവരല്ല. പറയിപ്പിക്കാണ്ട് പറയുമ്പോൾ ജീവനുള്ള ദൈവത്തിനാണ് ലാസ്റ്റ് സ്തുതിപ്പ് കൊടുക്കേണ്ടത്, പ്രൈസ്. അത് മനസ്സിലാക്കാൻ പഠിക്കാം. യഹോവ എന്ന് പറഞ്ഞാൽ സ്വയംഭൂ ബ്രഹ്മൺ. അത് അവിടെ ഉണ്ടായി, അതാണ് യഹോവ. സ്വയംഭൂ തനിയെ ഉണ്ടായി, അതിന് എന്താണ് ആദ്യം സ്തുതിപ്പ് കൊടുക്കേണ്ടത് അവസാനം വരെ. അതുകൊണ്ടാണ് പറഞ്ഞ ഹിന്ദി ഗുട്കകൾ, മലയാളി MDMA, കന്നഡ കണ്ടുകൾ ആരെങ്കിലും പറയിപ്പിച്ച് തമ്മിൽ കൊല്ലിക്കുക എന്നല്ലാണ്ട് വേറെ എല്ലാവരും അവർക്ക് അറിയൂ?
ശിഖണ്ഡികൾ ആരാധിക്കണ പെണ്ണുങ്ങൾ പറയുന്നത്, ശിഖണ്ഡികൾ ഹിജറകൾ പറയൂ, വൃത്തിഹീനമായതിൽ ആരാധിക്കണവർ, കല്ലിന് മണിഞ്ഞ് ആരാധിക്കണവർ ഇല്ല. മനസ്സിലാക്കാൻ പഠിക്കുക. എടാ മാമുക്കോയ ഹിന്ദുസ്, മുസ്ലിംസ്, റോമൻ കാത്തലിക്സ് കുറേ ആർക്കെങ്കിലും ഇതെക്കുറിച്ച് അറിയുമോ? ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഇല്ല. അവരെല്ലാം ചെയ്യണം സമയത്തിനും പക്വതയനുസരിച്ച് വരണം. അതിലാണ് പെർഫെക്ഷൻസ് വരണതിലെ കാര്യം. അത് ജീവനുള്ള സ്തുതിക്കാൻ വേണ്ടിയിട്ട് ഒന്നും നടന്നില്ലെങ്കിലും നടന്നാലും ആ സമയത്തിന് എവിടെ വരണം എന്നനുസരിച്ച് ചെയ്യണത്. അല്ലാണ്ട് വിപരീതം ചെയ്തു നിങ്ങളുടെ റിസ്ക് ആണെന്ന പോലെ എൻ്റെ റിസ്ക് അല്ലാത്തത് പോലെ അല്ല അത്. അതുപോലെ നിങ്ങളുടെ നിഷേധാവസ്ഥ, നിങ്ങളുടെ പിടുത്തത്തിലുള്ള ഹുങ്ക്, ആവശ്യപ്പെടാൻ പറ്റാത്തത്, നിങ്ങൾ ആവശ്യപ്പെടാണ്ട് ഞാൻ ആവശ്യപ്പെട്ട് വരണ പോലെ വരുന്നുണ്ട്. അതിനനുസരിച്ച് വരണത്. അല്ലാണ്ട് കുടിച്ചിടക്കടിച്ച് നടന്നു ഈ വിഡിത്തത്തിലുള്ള ഹുങ്ക് നിങ്ങൾക്ക് മനസ്സിലായി. ആൾക്കാർക്ക് ഇതില്ലാണ്ട് തമ്മിൽ കൊല്ലിക്കുന്നത് അതൊന്നും ഇവിടെ വരണമില്ല. നിങ്ങളുടെ നിഷേധാവസ്ഥ എൻ്റെ നേർക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റാത്ത അവസ്ഥ, ശോഷിച്ചാവസ്ഥ, എനിക്ക് നിങ്ങൾ ആവശ്യപ്പെടാണ്ട് ഞാൻ വരണതും വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാം. മുമ്പേ തൊട്ട് വെച്ചത് അതന്നെ അവസാനം വരെ നടക്കുള്ളൂ. അതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ഏറ്റവും അവസാനം. ആൽഫ ടൊമേഗ ആണെങ്കിലും ജീവനുള്ള ദൈവത്തിന് അവസാനത്തെ സ്തുതിപ്പ് കൊടുക്കാന്ന് പറയുന്നത്. ആയില്ലെങ്കിൽ ആയില്ല. മറ്റേത് അന്നത്തെ എക്സാജറേഷൻ്റെ കാര്യമില്ലല്ലോ. പറയേണ്ടത് ചെയ്യുക, ആ ചെയ്യേണ്ട ചെയ്യേണ്ട സമയത്ത് എപ്പോൾ ചെയ്യണ രീതിയാണ് അനുസരിച്ചാണ് തരംഗം വരണത്. അപ്പോൾ അതിനനുസരിച്ച് വരണ രീതിയാണ് വരണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങളുടെ ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണം. ഒറ്റയ്ക്ക് ഫീൽ ചെയ്യലും കോണത്തെ ഒറ്റയ്ക്ക് ഫീൽ ചെയ്യലും അതൊന്നും എനിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫീൽ ചെയ്യലും നിങ്ങളുടെ ചിന്താഭാരം, നിങ്ങളുടെ ക്ഷീണം, മറവി, ആർട്ടിഫിഷ്യൽ മറവി, നിങ്ങൾക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ മറവിയാണ്. ആരെ കൊല്ലിച്ചത് നിങ്ങൾക്ക് തന്നെ അറിയില്ല സ്വയം. അപ്പം നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ മറവി, നിങ്ങളുടെ വിവരമില്ലായ്മ, 10 വർഷം ജീവിക്കണ കുരങ്ങുന്നുണ്ടായെന്നുള്ള വിഡിത്തം വിശ്വസിക്കൽ, ഓരോ വയസ്സുമാരുടെ പഴകിയവരുടെ മൂട് മടക്കാൻ പോല്, കുടിച്ചിടക്കടിച്ച് നടക്കണത്, പഴകിയത് അനുകരിക്കുക, ക്ഷീണം, മറവി, ധൈര്യമില്ലായ്മ, പേടി, അങ്ങനത്തെ ഉള്ള ഇതൊക്കെ ഇല്ലേ, വഞ്ചനയും ഈർഷ്യം, തമ്മിൽ കുറ്റബോധവും നാണവും, ഒരു തരം വീക്ക്നെസ്സിലൂടെ ചിന്തഭാരവും, ശോഷിച്ച വാക്കുകൾ പറയുന്നതും, കുടിച്ചിടക്കടിച്ച് നടക്കുന്നതും, പരീക്ഷയിൽ പൊട്ടിയിട്ടടിച്ച് നടന്നു, അതൊന്നും ധൈര്യത്തിൻ്റെ ലക്ഷണമല്ല. അത് ധൈര്യത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അത് ധൈര്യത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കുറേ ശിഖണ്ഡികൾ ഉണ്ടാക്കുന്നതും, ബുദ്ധിയില്ലാത്ത സ്ത്രീകളെന്ന് പറയാം. ചില സ്ത്രീകൾ ആരോഗ്യത്തോടെ ധൈര്യത്തോടെ പെരുമാറുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ ചെയ്യണം. സ്ത്രീകൾക്ക് ബുദ്ധി ഇല്ലെങ്കിൽ അവർക്ക് വരെ ബുദ്ധിയില്ലായ്മ, വിപരീതം പറഞ്ഞു കൊടുത്ത് അതേ വിപരീതം അതേ തെറ്റിൽ ഉരുണ്ട് കളിച്ച് തീട്ടത്തിൽ ഉരുണ്ട് കളിക്കുന്നതല്ല ശരി. അപ്പോൾ നിങ്ങളുടെ ഒറ്റയ്ക്ക് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ജീവനുള്ള ദൈവം കൂടെ ഉള്ളപ്പോൾ ആരും ഒറ്റയ്ക്കല്ല. തമ്മിൽ ഏഷണിയും പരിഭവം കൊണ്ട് നടക്കണവരും തമ്മിൽ കൊല്ലിക്കണവർക്കാണ് ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണത്. അതുകൊണ്ടാണ് അവർക്ക് ചിന്താഭാരവും, പരീക്ഷയിൽ പൊട്ടി ഡ്രഗ് നടന്നു അവരുടെ തന്തയുടെ തളടാതെ അനുകരിക്കലും പഴകിയവരും അനുകരിക്കലും, കുടിച്ച് ഡ്രഗ് നടക്കുന്നവരും തമ്മിൽ ഏർഷ്യ വൈരാഗ്യം വെച്ച് നടക്കുന്നവർക്കാണ് ഒറ്റയ്ക്ക് ഫീൽ ചെയ്യേണ്ടത്. ആ ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണമെങ്കിലും അത് എനിക്ക് പങ്കില്ല. അപ്പം നിങ്ങൾ കുടിച്ച് ഡ്രഗ് നടക്കാത്തതും ആവർണീയമായിട്ട് വരുന്ന ദേഷ്യയുടെ രീതിയിൽ വരുന്ന വ്യത്യാസമുണ്ട്. ചിന്തഭാരവും ക്ഷീണവും, ധൈര്യമില്ലായ്മയും, പേടിയും, വിഷമം വരുന്നതും, ദേഷ്യം വരുന്നതും, ക്ഷീണവും അറിവിയും വൈരാഗ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഈ കുടിച്ചിടക്കടിച്ച് നടക്കുന്നതും തമ്മിൽ കൊല്ലിക്കണേലും ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണത്. പരീക്ഷയിൽ പൊട്ടി 96 മാർക്കിന് 82 മാർക്ക് കിട്ടി 100-ൽ. ഞാൻ 0 മാർക്ക് കിട്ടിയാലും കൂടി കുടിച്ചിടക്കടിച്ച് നടക്കില്ല. അപ്പോൾ ധൈര്യത്തോടെ നടക്കുക. ഒരു കാര്യം പെർഫെക്ഷനോട് വന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് പോവുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവനുള്ള ദൈവത്തിൽ ധൈര്യമായിട്ടിരിക്കുക. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പ് കൊടുത്താൽ ആർക്കും ഒറ്റയ്ക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഏത് സന്ദർഭത്തിലും ജീവിക്കാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ സ്തുതിപ്പിൽ കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് ആയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് ഡ്രഗ് അടിച്ച് നടക്കാനൊന്നും ഞാൻ പോകണില്ലേ. 100 വർഷം പേര് എൻ്റെ ഫാമിലി തൊട്ടാലും ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ചാൽ പോകണില്ലേ. ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക, ബോധമില്ലാണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതല്ല. ആയില്ലെങ്കിലും സ്തുതിപ്പ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, ഒരു സന്തോഷം കൊടുക്കുക എല്ലാവർക്കും. അതിൽ കാര്യങ്ങൾ നടക്കണതിലാണ് കാര്യം. സമയത്തിന് കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ. പിന്നെ കൃത്രിമവും വൈരാഗ്യവും തമ്മിൽ കൊല്ലിക്കുന്നത് ആകെപ്പാടെ എടുത്ത് കളയാം നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന്. ഞാൻ പറയുന്നതും കൃത്രിമം കുടിച്ചിടക്കടിച്ച് നടക്കുന്നത്, ചെറിയ കാര്യത്തിന് വിഷമം വരുന്നത്, ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണതും കൃത്രിമം, വൈരാഗ്യമല്ല ജീവിതം എന്ന് പറയുന്നത്. അത് നരങ്ങി നീങ്ങലാണ്. തമ്മിൽ കൊല്ലിക്കരുത്, ജീവനില്ലാത്തതിനെ ആരാധിക്കരുത്. ജീവനുള്ള ദൈവത്തിന് അൾട്ടിമേറ്റ് സ്തുതിപ്പ് കൊടുക്കുക. പിന്നെ ധൈര്യത്തോടെ ഇരിക്കുക. പൊട്ട തിരഞ്ഞെടുക്കരുത്. പൊട്ട തിരഞ്ഞെടുക്കണതിൽ കാര്യമില്ല. അത് ധൈര്യമില്ലായ്മയുടെ ലക്ഷണമാണ്. അപ്പോൾ
നിങ്ങളുടെ MDMAയും ശോഷിച്ച ഇത് കഴിക്കണ വിഷം എനിക്ക് ഏച്ചില്ല, ഇതിവിടെ ചിലവാവില്ല. നിൻ്റെ MDMA ഇവിടെ ചിലവാവില്ല. പിന്നെ വിഷം എന്ത് കുടിച്ചാൽ ഞാൻ കക്കൂസയിൽ തുപ്പിത്തൊക്കെ കളയും. ധൈര്യത്തോടെ ഇരിക്കുക, പൊട്ട തിരഞ്ഞെടുക്കരുത്. പിന്നെ ഇവിടെ കൃത്രിമമായ ഫിലോമിനയോ കനകയോ എല്ലാം ഇവിടെ പറയണത്. അപ്പോൾ അതിനനുസരിച്ച് പോവാം.